ഹായ് വെൽക്കം ടു ബിഗ് ലേണിംഗ്. നമ്മൾ RRB NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ഇവിടെ കുറേ ദിവസമായിട്ട് ഇപ്പം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ലാസ്റ്റ് ഫ്യൂ സെഷൻസിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതൊരു വീക്ക്ലി സീരീസ് ഫ്രീ സീരീസ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നത് നമ്മുടെ മാത്സിൻ്റെ മാത്രമല്ല, അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെയും നമ്മൾ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന നമ്മുടെ RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റ് എക്സാംസിന് വേണ്ടിയും അതേപോലെ തന്നെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടിയും ഇത് കൂടാതെ നമ്മുടെ ഈ വർഷം വിളിക്കാനിരിക്കുന്ന RRBയുടെ എക്സാംസ്, അത് ജസ്റ്റ് നമ്മുടെ NTPC എക്സാമോ ഗ്രൂപ്പ് ഡിയുടെ എക്സാം മാത്രമല്ല, നമ്മുടെ വരാനിരിക്കുന്ന ALP ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പം ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉള്ള നമ്മുടെ RRB ALPയുടെ എക്സാം തൊട്ട് ഇനി ഈ വർഷം വരാനിരിക്കുന്ന എല്ലാ റെയിൽവേ എക്സാംസിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പല ക്വസ്റ്റ്യൻസും നമുക്കിപ്പം ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പം നമുക്ക് പല എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസ് വേറെ എക്സാംസിൽ ഇപ്പോൾ ഫോർ എക്സാം നമ്മുടെ നേരത്തെ RRB NTPCയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വർഷം ചോദിച്ച ALPയുടെ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിച്ചിട്ടുണ്ട്. ഈവൻ നമ്പർ പോലും മാറ്റാതെ ആ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ റിപ്പീറ്റ് ആയി വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ റെയിൽവേ നടത്തുന്ന എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസ്, അതിപ്പം റീസെൻ്റ്ലി നടന്നത് മാത്രമല്ല, പിന്നെ തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ നടന്നിട്ടുള്ള എസ്പെഷ്യലി 2015-ഉം 2021 ഈ ഒരു രണ്ട് സമയത്ത് നടന്നിട്ടുള്ള ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ വരാനിരിക്കുന്ന എക്സാംസിന് വേണ്ടി. നിങ്ങൾക്ക് മിക്കവാറും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഈ ഒരു ഓൾറെഡി ഈ ലാസ്റ്റ് 2015-ഉം 2021-ലും പിന്നെ ഇപ്പം കഴിഞ്ഞ 2024-ലും നടന്നിട്ടുള്ള ഇപ്പോൾ ALP പോലത്തെ എക്സാം ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഓൾറെഡി ഇപ്പോൾ നമുക്ക് നടന്നിട്ടുള്ള എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നോക്കിയിട്ട് പോകാം. നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ റിപ്പീറ്റ് ആയി നമുക്ക് വരും. ചിലപ്പോൾ നമ്പർ പോലും മാറാതായിരിക്കും ചിലപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് എങ്കിലും കിട്ടുന്നത്. അതിൻ്റെ മാറിയാലും നിങ്ങൾക്ക് ആ ചെറുതായിട്ട് നമ്പേഴ്സ് മാറിയിട്ടായിരിക്കും കിട്ടുന്ന കൺസെപ്റ്റ് അത് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ പ്രാക്ടീസ് നിങ്ങൾ കൊണ്ടുപോകുക. അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു സീരീസ് ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സെഷൻസ് നേരത്തെ കണ്ടിട്ടില്ലാത്തവരാണ്, ആദ്യമായിട്ട് ഈ ഒരു സെഷൻ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ ചെന്ന് അവിടുന്ന് നിങ്ങൾ ആ ഒരു വീഡിയോസിൻ്റെ സെഷൻ എടുത്തിട്ട് ഇതിന് മുമ്പ് പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെഷൻസ് നിങ്ങൾ ഉറപ്പായിട്ടും വാച്ച് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് വാച്ച് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ്സും നമ്മളിവിടെ ചെയ്യുന്ന മെത്തേഡ്സ് അനലൈസ് ചെയ്യുക. ഏറ്റവും മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സിൽ ആൻസേഴ്സ് എടുക്കുക. ഓപ്ഷൻ ഉപയോഗിച്ച് ആൻസർ മാർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ സെഷനിൽ നമ്മുടെ RRB NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് യൂഷ്വൽ നമ്മളിത് നമ്മുടെ 5ാമത്തെ പാർട്ടാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ 5ാമത്തെ പാർട്ടാണ്. ഇതിന് മുമ്പ് ഓൾറെഡി നമുക്ക് 4 സെഷൻസ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ സെഷനിൽ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റും വളരെയധികം ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ റെക്കറിംഗ് നമ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. നമ്മുടെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ റെക്കറിംഗ് നമ്പേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് റെക്കറിംഗ് നമ്പേഴ്സ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്പർ 0.232323 എന്ന് പറഞ്ഞ് പോകുന്ന ആ ഒരു നമ്പർ, ഓക്കെ, എന്ന് ഇങ്ങനെ പോകുന്ന ആ നമ്പർ അതിനെ എന്തിൽ റെപ്രസെന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാൻ ബി റിട്ടൺ ഇൻ റാഷണൽ ഫോം ആസ്. അതിന് റാഷണൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ അത് എന്ത് ഫോമിലിരിക്കും, ഓപ്ഷനിൽ തന്നേക്കുന്ന ഏത് ഫോമിലിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ റാഷണൽ ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ പണ്ട് തൊട്ടേ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ഒരു ഡെഫിനേഷൻ ഉണ്ട്. P/Q ഫോം എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ അത് ഏത് ഈ ഓപ്ഷനിൽ തന്നേക്കുന്ന ഏത് ഫോമിലായിരിക്കും അത് ഇരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇപ്പം 0.232323 എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് 0.23 എന്ന് എടുത്തിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റുക 23 ആണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2323 എന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 23യുടെ മേളിൽ എന്ത് ഇടുക, ബാർ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാണുന്ന ഒരാൾക്ക് എന്ത് മനസ്സിലാവും, ഓക്കെ അവിടെ 23 ആണ് റെക്കർ ചെയ്യുന്നത്, അല്ലെങ്കിൽ 2323 എന്നാണ് അത് റെക്കർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും. പക്ഷേ നമുക്ക് എക്സാമിൽ ചോദിക്കുന്നത് ഇതേപോലെ ഇതിന്റെ കൺവേർഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പം നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന 0.23 ബാറും ഇനി അതിനെ കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ 23 അതേപോലെ എടുക്കുക, 23 അല്ലെങ്കിൽ 23 അതേപോലെ എടുക്കുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ, നിങ്ങൾക്ക് പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പർ റെക്കർ ചെയ്യുന്നുണ്ട്, 2 നമ്പർ അല്ലേ റെക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, 23/99. ഇനി നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനെ ക്യാൻസലോട് ചെയ്യുക. ഇവിടെ ഇപ്പം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. 23 ഒരു പ്രൈം നമ്പർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും, ആ 23/99 തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ റെക്കറിംഗ് നമ്പേഴ്സിന്റെ കൺസെപ്റ്റിൽ നിന്ന് നമ്മുടെ റെയിൽവേയുടെ എക്സാംസിൽ ചോദിച്ചിട്ടുള്ളത്. ഏത് എക്സാം എടുത്ത് നോക്കിയാലും
സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റിൽ ജസ്റ്റ് അതിന്റെ കൺവേർഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ചില ക്വസ്റ്റൻസിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ അടക്കമുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതേപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോഴും നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന സെഷൻസിൽ ഉറപ്പായിട്ട് നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡേ ബൈ ഡേ ചെയ്ത് പോകുമ്പോൾ, ഓരോ വീക്ക്ലി നമ്മൾ ചെയ്ത് പോകുമ്പോൾ ക്വസ്റ്റൻസിന്റെ ലെവൽ കൈൻഡ് ഓഫ് ഇംപ്രൂവ് ചെയ്ത് ആണ് കൊണ്ടുപോകുന്നത്. നേരത്തെ കണ്ടിട്ടുള്ള ക്വസ്റ്റൻസിന്റെ ബെറ്റർ ഫോംസ് ആണ് നമ്മൾ ഇവിടെ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന സമയത്ത് ഇതിന്റെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ക്വസ്റ്റൻസ്, സോൾവ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. റെയിൽവേയിൽ സോൾവ് ചെയ്യാൻ ഒരുപാട് ചോദിച്ചിട്ടില്ല, വളരെ റയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഇതേപോലത്തെ കൺവേർഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ: in the following expression, which number should be added so that it becomes a complete square? അപ്പൊ നമുക്ക് തന്നേക്കുന്ന എക്സ്പ്രഷനിൽ ഈ ഓപ്ഷനിൽ നിന്ന് എന്ത് ആഡ് ചെയ്ത ഒരു കംപ്ലീറ്റ് സ്ക്വയർ നമ്പർ ആയി മാറും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്തറിയണം, ഇത് ഏത് നമ്പറിന്റെ അടുത്ത് അല്ലെങ്കിൽ ഏത് സ്ക്വയർ നമ്പറിന്റെ അടുത്താണ് ഇത് വരുന്നത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാവണം. അപ്പൊ നമ്മൾ ഇതൊന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 3യും 7 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 10 വരും. 1ഉം 9 കൂടി ആഡ് ചെയ്താൽ നമുക്ക് അത് 10 എന്ന് വരും. അതുപോലെ നമ്മൾ 11ഉം 13 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 24 എന്ന് വരും. നമുക്കിവിടെ കാണാൻ പറ്റും 24 ഉണ്ട്, നമുക്കത് ആഡ് ചെയ്യുമ്പോൾ 24 ഉണ്ട്. പിന്നെ അതുപോലെ 2 10 എന്ന് പറഞ്ഞാൽ 20 ആണെങ്കിൽ നമുക്ക് ഇത് എത്രയെന്നാണ് വരുന്നത്, 44 എന്നാണ് വരുന്നത്. ഇനി അവർ ചോദിക്കുന്ന ഈ 44ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ നമുക്കിത് ഒരു സ്ക്വയർ നമ്പർ ആവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു 44ന്റെ അടുത്ത് വരുന്ന സ്ക്വയർ നമ്പർ ഏതാണ്, നമ്മുടെ 49 അല്ലേ, ഇതിന്റെ തൊട്ട് മേളിൽ വരുന്ന സ്ക്വയർ നമ്പർ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളും വലിയ നമ്പർ എടുക്കേണ്ടത്. പിന്നെ തൊട്ട് മേളിൽ വരുന്ന സ്ക്വയർ നമ്പർ ഏതാ, 49 ആണ്. അങ്ങനെയാണെങ്കിൽ 44യുടെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 49 കിട്ടുന്നത്, 5 കൂടി ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 49 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നേക്കുന്ന എക്സ്പ്രഷൻ ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആകും, 5 കൂടി ആഡ് ചെയ്ത് അതൊരു കംപ്ലീറ്റ് സ്ക്വയർ ആകും. അങ്ങനെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി 5 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു, വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. അടുത്ത ഒരു HCFLസിന്റെ ക്വസ്റ്റൻ ആണ്. കുറച്ച് നല്ലൊരു ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത്, നമുക്ക് പറയാം. കുറച്ചുകൂടി ഒരു കാൽക്കുലേഷൻ ആംഗിളിലാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. ദ സം ആൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി LCM ആൻഡ് ദി HCF ഓഫ് ടു നമ്പേഴ്സ് ആർ 369 ആൻഡ് 351 റെസ്പെക്റ്റീവ്ലി എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഏതോ രണ്ട് നമ്പേഴ്സിന്റെ HCF LCMന്റെ സമ്മും അതേപോലെ തന്നെ HCF LCMന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ആ തന്നേക്കുന്നത്. ഇപ്പൊ HCF LCMന്റെ സം എന്ന് പറയുമ്പോൾ നമുക്ക് അതൊന്ന് എഴുതുവാണെങ്കിൽ, ഇപ്പൊ LCM നമുക്ക് തൽക്കാലത്തേക്ക് L എന്ന് എഴുതാം, അതിന്റെ HCFനെ നമുക്ക് H എന്ന് എഴുതുവാണെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്നത് ഏതോ രണ്ട് നമ്പേഴ്സിന്റെ HCF LCM കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര വരുന്നുണ്ട്, 369 വരുന്നുണ്ടെന്ന് പറയുന്നു. അതുപോലെ അതേ നമ്പേഴ്സിന്റെ നമുക്ക് ഈ HCF LCM കൂടി തമ്മിൽ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ എത്ര വരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്, 351 വരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കൂടി ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് HCF LCM കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ. നമുക്ക് ആദ്യം ഇത് രണ്ടുകൂടി ഒന്ന് സോൾവ് ചെയ്ത് HCF LCM ഒന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ഇവിടുന്ന് ഈ രണ്ട് ഇക്വേഷൻ പോലെ ഇതിനെ അങ്ങ് സോൾവ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലസ് എച്ചും മൈനസ് എച്ചും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 ടൈംസ് ഓഫ് LCM എന്ന് വരും. ആ 2 ടൈംസ് ഓഫ് LCM എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 9 + 1 10 എന്ന് വരും. ക്യാരി ഓവർ 6 + 6 നമുക്ക് 12 2 എന്ന് വരും. ക്യാരി ഓവർ നമുക്ക് ഇവിടുന്ന് 7 എന്ന് വരും. ഇപ്പൊ നമുക്ക് ഇവിടെ 720 എന്നാണ് കിട്ടുന്നത്. ആണെങ്കിൽ നമ്മുടെ L എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ L എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുത്തത്, LCM ആണ് L എന്ന് എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ LCM എന്ന് പറയുന്നത് 720നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 360 എന്ന് നമുക്ക് നമ്മുടെ ഫൈനലി നമ്മുടെ LCM എത്ര എന്നുള്ളത് കിട്ടും. ഇനി LCM കിട്ടിക്കഴിഞ്ഞാൽ HCF കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മുടെ HCF LCM കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 369 വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ LCM 360 ആണെങ്കിൽ നമുക്ക് HCF കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ 360 നിന്ന് നമ്മൾ ഇതങ്ങ് മൈനസ് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് വാല്യൂ ഇട്ട് കൊടുത്താലും മതി. ഈ കാണുന്ന ആദ്യത്തെ ഇക്വേഷനിലേക്ക് ഈ 360 ഇട്ട് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും, അവിടെ നിന്ന് ഈ പറയുന്ന HCF എന്താന്ന് കിട്ടും. സോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് വരും, 9 എന്ന് വരും. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ 9 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ HCF എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് HCF കിട്ടിയിട്ടുണ്ട്. നമുക്ക് HCF കിട്ടിയിരിക്കുന്നത് 9 എന്നാണ് കിട്ടിയത്. നമുക്ക് ഇവിടുന്ന് LCM കിട്ടിയിട്ടുണ്ട്. LCM കിട്ടിയത് നമുക്ക് 360 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇഫ് വൺ നമ്പർ ഈസ് 72 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരു നമ്പർ 72 ആണ്, ഫൈൻഡ് ദി അതർ നമ്പർ, രണ്ടാമത്തെ നമ്പർ എന്താ എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് HCF LCMും ഈ രണ്ട് നമ്പറും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. നമ്മൾ ഇതിന് മുമ്പുള്ള സെഷൻസിലും അത് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് റിലേഷൻ എന്ന് പറയുന്നത്, HCF ഇൻറ്റു LCM എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആയിരിക്കും. നമ്മുടെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും, നമ്മുടെ ഈ അതിന്റെ തന്നെ ആ നമ്പേഴ്സിന് തന്നെ HCF LCMന്റെയും പ്രൊഡക്റ്റ് അത് ഈക്വൽ ആയിരിക്കും. അപ്പം HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അതിന് ഒന്നുകൂടി നമ്മുടെ കാൽക്കുലേഷൻ ആംഗിളിലേക്ക് എഴുതുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു നമ്മുടെ A ഇൻറ്റു B എന്ന് നമുക്ക് പറയാം.
നമ്മുടെ 2 നമ്പറിന്റെ പ്രൊഡക്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? അതേ നമ്പേഴ്സിന്റെ HCF LCMന്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നമ്പേഴ്സ് ഒക്കെ ഇതിലൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്ത് ആൻസർ എടുക്കാം. നമുക്ക് ആ 360 നമുക്ക് HCF എത്ര കിട്ടിയത്? 9 എന്നാണ് കിട്ടിയത്. LCM എത്ര കിട്ടിയത്? 360 എന്നാണ് കിട്ടിയത്. നമുക്ക് ഒരു നമ്പർ അറിയാം 72 ആണ്. മറ്റേ നമ്പർ എന്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുത്താൽ പോരെ ആൻസർ കിട്ടാൻ വേണ്ടി. നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 36ന്റെ ഡബിൾ ആണ് ഈ 72 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2ഉം ഈ 10 കൂടി ഒന്ന് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 5 എന്നും വരും. അങ്ങനെ 5 into 9 നമുക്ക് 45 എന്ന് വരും. നമുക്ക് ഇവിടുന്ന് ബിയുടെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 45 എന്നാണ് നമുക്ക് ആ ബിയുടെ വാല്യൂ കിട്ടുന്നത്. അപ്പൊ ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ നമ്പർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ രണ്ടാമത്തെ നമ്പർ എന്തായിട്ട് കിട്ടും? 45 എന്ന് നമുക്ക് കിട്ടും. സെക്കൻഡ് നമ്പർ. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒട്ടും തന്നെ ഡിഫിക്കൽട്ട് അല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും. നമുക്ക് 45 എന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് നല്ല ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് ഇവിടെ സ്റ്റെപ്സ് കുറച്ചുകൂടെയൊക്കെ നമുക്ക് എഴുതുന്നത് കുറയ്ക്കാൻ പറ്റും. ബട്ട് അതർവൈസ് അത്യാവശ്യം ഒരു നല്ല ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ വരുന്നുണ്ട്. ജസ്റ്റ് ആ കാൽക്കുലേഷൻസ് മാത്രം നമ്മളൊന്ന് ഹാൻഡിൽ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ നമ്മുടെ ഒരു HCF LCMന്റെ കൺസെപ്റ്റിൽ നിന്ന് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ കേസസ് ഓഫ് HCF ആൻഡ് LCM ആണ് തന്നേക്കുന്നത്. അതിൽ നമ്മുടെ നോ റിമാൻഡർ, സെയിം റിമാൻഡർ, ഡിഫറെന്റ് റിമാൻഡർ എന്നുള്ള കണ്ടീഷൻസ് നമ്മൾ ഇതിന് മുമ്പുള്ള സെഷൻസിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പം ചോദിക്കുന്നത് ദ ലീസ് നമ്പർ. അപ്പൊ ലീസ് നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായിക്കോണം? ഓക്കെ, അത് LCM ആണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായിക്കോണം. എന്നിട്ട് നമുക്കറിയാം LCM എന്ന് പറയുമ്പോഴാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കുന്നത്. അപ്പൊ ലീസ്റ്റ് എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ അത് LCM ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ എന്താ പറയുന്നത്? ദ ലീസ് നമ്പർ ദാറ്റ് വെൻ ഡിവൈഡഡ് ബൈ 144, 108 ആൻഡ് 72 ലീവ്സ് ദി റിമൈൻഡർ 3 ഇൻ ഈച്ച് കേസ് ഈസ്. എന്താ പറയുന്നത്? നമുക്ക് ഈ നമ്പർ കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഈ തന്നേക്കുന്ന നമ്പേഴ്സ് കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരികയും വേണം? റിമൈൻഡർ വരികയും വേണം ഓരോ കേസിലും. എന്ന് കഴിഞ്ഞാൽ ഏതൊരു നമ്പർ n ഉണ്ടെന്ന് വിചാരിച്ചു, ആ നമ്പറിനെ നമ്മൾ ഈ തന്നേക്കുന്ന 144ഉം 108ഉം 72 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോന്നും വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിലും എന്ത് തന്നെ വരണം? റിമൈൻഡർ. നമുക്ക് ഈ പറഞ്ഞ 3 തന്നെ റിമൈൻഡർ വരണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഏതാ? ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഏതാ എന്നാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അത് ഓപ്ഷൻ വെച്ച് പെട്ടെന്ന് നോക്കാനൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ വെച്ച് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് അവിടെ 72 കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം അവിടെ മേളിലും 72 തന്നിട്ടുണ്ട്. അങ്ങനെ ഈ 72നെ 72 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷനിൽ നമുക്ക് ഈ പറഞ്ഞ റിമൈൻഡർ 3 വരുമോ? ഒരിക്കലും വരത്തില്ല. അപ്പൊ എന്തായാലും 72 അല്ല ആൻസർ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. പക്ഷെ അവിടെ തന്നേക്കുന്ന നമ്പേഴ്സ് വെച്ച് വലുതാണ്. അതുപോലെ തന്നെ നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസും മിക്കവാറും ഓപ്ഷനിലൊക്കെ തന്നെ 432, 435, നിങ്ങൾക്ക് 429 എല്ലാം നമുക്ക് ഏകദേശം അടുത്തടുത്തും കുറച്ച് വലിയ ഓപ്ഷൻസ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ പ്രോപ്പർലൈസ് ചെയ്ത് പോകാം. അപ്പൊ യൂഷ്വലി ക്വസ്റ്റൻ എങ്ങനെ പ്രോപ്പർലൈസ് ചെയ്യേണ്ടി എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പറയുന്ന ആ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? തന്നേക്കുന്ന നമ്പേഴ്സിന്റെ LCM എടുക്കണം. അപ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ എല്ലാ നമ്പർ കൊണ്ടും പെർഫെക്റ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ അവര് പറയുന്നത് ഈ ഓരോ നമ്പർ കൊണ്ടും അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരണം എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിലേ നമുക്കിപ്പോ ഈ LCM കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? ഈ നമ്പർ കൊണ്ടൊക്കെ പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന അവര് പറയുന്നതാണെങ്കിൽ എല്ലാത്തിലും റിമൈൻഡർ 3 വരണം എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ എന്തുകൂടി ചെയ്യണം? ആ റിമൈൻഡർ 3 കയറി വരണമെങ്കിൽ നമുക്കൊരു 3 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എക്സ്ട്രാ. അപ്പൊ 3 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ നമ്പർ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡ് ആവുകയും ചെയ്യും. നമ്മൾ ഈ ആഡ് ചെയ്ത് കൊടുക്കുന്ന 3 എന്തായിട്ട് കയറി വരികയും ചെയ്യും? റിമൈൻഡർ ആയിട്ട് കയറി വരികയും ചെയ്യും. മനസ്സിലായല്ലേ? ഈ ഒരു രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്റെ LCM ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ 144 ഉണ്ട്, നിങ്ങൾക്ക് 108 ഉണ്ട്. നിങ്ങൾക്ക് ആ 72 എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് LCM ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു വലിയ നമ്പർ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഈ 144ന്റെ ഡബിൾ ആണ് എന്തെന്ന് പറയുന്നത്? 72 എന്ന് പറയുന്നത്. നമ്മൾ LCM എടുക്കുമ്പോൾ ഈ പറഞ്ഞ 72നേക്കാളും വലിയൊരു നമ്പർ 144 അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ലൈക്ക് ആ ഒരു 72യുടെ മൾട്ടിപ്പിൾ ആയ 144. നമുക്കറിയാം 72 into 2 ചെയ്യുമ്പോഴാണ് 144 വരുന്നത്. അപ്പൊ അതിന്റെ തന്നെ ഡബിൾ ആയിട്ടുള്ള ഒരു നമ്പർ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ LCM എടുക്കുന്ന സമയത്ത് എന്ത് എടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല, 72 എടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് അവിടെ 3 നമ്പർ വെച്ച് LCM എടുക്കുന്നേക്കാളും എന്തുകൊണ്ടും നല്ലതല്ലേ 2 നമ്പർ വെച്ച് എടുക്കുന്നത്. നമുക്ക് ഇനി ആ 2 നമ്പർ വെച്ച് LCM ഒന്ന് എടുക്കാം. ഈ 2 നമ്പർ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, 2 നമ്പർ ഏതിൽ പോകുന്നുണ്ട്? 12 പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ 12 വെച്ച് എടുക്കുകയാണെങ്കിൽ എനിക്കറിയാം ഇത് 12ന്റെ സ്ക്വയർ ആണ്. ആൻഡ് 12 into 9 ആണ് 108 എന്ന് പറയുന്നത്. ഇനി 2 നമ്പറും കാണുമ്പോൾ എനിക്ക് പിന്നെ ഏതിൽ പോകുന്നുണ്ട്? 3യിൽ പോകുന്നുണ്ട്. 3 പോവുകയാണെങ്കിൽ എനിക്ക് ഇവിടെ 4 എന്നും വരും, ഇവിടെ 3 എന്നും വരും. ഇനി ഈ നമ്പേഴ്സ് കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പറിൽ പോകുന്നുണ്ടോ? ഒരു നമ്പറിലും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ പോരാ ആൻസർ കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ 3 into 12 36. ആൻഡ് ആ 36നെ വീണ്ടും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 108 എന്ന് വരും. ആൻഡ് ആ 108നെ ആ 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓക്കെ നമുക്ക് 12 into 3 into
4 ഇൻറ്റു 3 ആണ് എൽസിയം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് ഈ 12 ഇൻറ്റു 3 ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? 12 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 36 വരും. 36 ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് നമുക്ക് 36 ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ആ 108 വരുന്നത്. പിന്നെ ബാക്കി എക്സ്ട്രാ ഉള്ളത് ആ 4 ആണ് നമുക്ക് എക്സ്ട്രാ വരുന്നത്. അങ്ങനെ ആ 108 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് 4 ഇൻറ്റു 8 32 എന്നും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു 4 ഇൻറ്റു 1 നമുക്ക് 4 എന്ന് വരും. അപ്പോൾ 432 എന്ന് നമുക്ക് എൽസിയം നമുക്ക് കിട്ടും. 432. അപ്പോൾ ഈ നമ്പേഴ്സിന്റെ എൽസിയം എന്താണ്? 432 ആണ്. ഇനി നമ്മുടെ ആൻസർ 432 അല്ല, നമുക്ക് അവിടെ ഓപ്ഷനിൽ 432 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആൻസർ അല്ല. നമുക്ക് അവിടെ പറയുന്നത് റിമൈൻഡർ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുകൂടി ചെയ്യണം? ആ 3 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ നമ്പർ എന്നുള്ളത് എന്ത് കിട്ടും? നമുക്ക് ആ 432 കൂടെ 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 435 എന്ന് നമുക്ക് ആൻസർ വരും. 435. നമ്മൾ ഈ പറഞ്ഞ പോലെ എൽസിയം നമുക്ക് ആ തന്നേക്കുന്ന നമ്പേഴ്സ് കുറച്ച് ഫെമിലിയർ അല്ലാത്ത നമ്പേഴ്സ്, കുറച്ച് വലിയ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? എഴുതിയ എൽസിയം കണ്ടുപിടിച്ചത്. അതല്ല നമുക്ക് എളുപ്പമായി എടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ആണെങ്കിലോ, നമുക്ക് നല്ലപോലെ അറിയാവുന്ന നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ആ എൽസിയം ഒക്കെ എഴുതി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാതെ തന്നെ എടുത്തു പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു അപ്രോച്ച് നമ്മൾ നോക്കിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം മറന്നുപോലെ, നിങ്ങൾക്ക് അതിലെ ഏതെങ്കിലും നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചെറിയ നമ്പർ എൽസിയം എടുക്കുന്ന സമയത്ത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എൽസിയം എടുക്കുമ്പോൾ മാത്രം, HCF എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യില്ല. എൽസിയം എടുക്കുമ്പോൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ആ ചെറിയ നമ്പേഴ്സ് അവിടെ ചെറിയ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ചെറിയ നമ്പർ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആൻസർ എന്തേ ചെയ്തുള്ളൂ? കറക്റ്റ് ആൻസർ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ 72 ഇപ്പോൾ എടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് ഇപ്പോൾ 72 എടുത്ത് ചെയ്താലും എൽസിയം എന്ത് തന്നെ വരത്തുള്ളൂ? ഇതേ എൽസിയം 432 തന്നെ എൽസിയം വരത്തുള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ എൽസിയം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്തിരുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. സ്കൂളിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഏറ്റവും ചെറിയ പ്രൈം നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയാണ് നമ്മളോട് സ്കൂളിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കില്ല. നിങ്ങൾക്ക് ആ 2 നമ്പറിലോ 3 നമ്പറിലോ കാണാൻ പറ്റുന്ന, നിങ്ങൾക്ക് മനസ്സിലാവുന്ന എല്ലാ നമ്പറിലും ഒരേപോലെ പോകുന്ന ഏറ്റവും വലിയ നമ്പറിൽ നിന്നായിരിക്കണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരിക്കലും സ്കൂളിൽ പറഞ്ഞിട്ടുള്ള പോലെ ഏറ്റവും ചെറിയ പ്രൈം നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ സ്കൂളിൽ പറഞ്ഞിട്ടുള്ള പോലെ ആ മെത്തേഡ് ഫോളോ ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതുള്ള എന്തുമാത്രം ലെന്തി ആകും എന്നുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കിയാൽ അവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ കൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് അവിടെ പെട്ടെന്ന് എന്ത് കിട്ടി? നമുക്ക് ഈ പറയുന്ന നമുക്ക് ആ ഒരു 2 സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ എൽസിയം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആ 12 എടുക്കുന്നതിന് പകരം നമുക്ക് ഡയറക്ട്ലി 36 എടുത്തിരുന്നെങ്കിലോ നമുക്ക് അവിടെ ഒരു സ്റ്റെപ്പിൽ തന്നെ അത് കംപ്ലീറ്റ് ആയേനെ. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് അവിടെയുള്ള എല്ലാ നമ്പേഴ്സിലും ഒരേപോലെ പോകുന്ന, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന നമ്പർ എടുക്കുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ എൽസിയം കിട്ടും. അപ്പോൾ അത് നമ്മളുടെ മേലിലാണ്. നമുക്ക് ആ ഒരു നോളജ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആൻസർ എടുക്കാൻ നോക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആക്ച്വലി അവിടെ 2 സ്റ്റെപ്പേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഈ 2 സ്റ്റെപ്സേ ഉള്ളൂ നമുക്ക് അവിടുത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എൽസിയം നമുക്ക് കുറച്ച് ഫെമിലിയർ അല്ലാത്ത നമ്പർ ആയതുകൊണ്ട്, കുറച്ച് വലിയ നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്ത് ഈ പറഞ്ഞ ഐഡിയാസ് കൂടി നമ്മൾ അവിടെ യൂസ് ചെയ്തത്. ഓക്കെ അല്ലേ? സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ ഈ പറഞ്ഞ ഈ മേളിൽ തന്നിരിക്കുന്ന എല്ലാ നമ്പറും 12 പോകുന്ന നമ്പറാണ്. അതായത് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിനൊക്കെ നിങ്ങൾക്കൊന്ന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്ത് നോക്കിയതിന് ശേഷം റിമൈൻഡർ ഒക്കെ ഏകദേശം എത്ര വരുന്നുണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്തിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആൻസർ മാറിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് പ്രോപ്പർലി ചെയ്യുന്ന മെത്തേഡ് ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രോപ്പർലി തന്നെ പറഞ്ഞു പോയത്. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. വളരെ ഫ്രീക്വന്റ് ആയിട്ട്, വൺ ഓഫ് ദി മോസ്റ്റ് ഫ്രീക്വന്റ് ആസ്ക്ഡ് ക്വസ്റ്റൻ ആണെന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ കേസസ് ഓഫ് HCF ആൻഡ് LCM. അതിലും നോ റിമൈൻഡർ, സെയിം റിമൈൻഡർ, ഡിഫറെന്റ് റിമൈൻഡർ. ഇപ്പൊ നമ്മൾ ചെയ്തത് സെയിം റിമൈൻഡർ ക്വസ്റ്റൻ ആണ്. നമ്മൾ നേരത്തെ സെഷനിൽ ഡിഫറെന്റ് റിമൈൻഡറിന്റെ ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി തന്നെ. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. അടുത്ത ഒരു പ്യുവർ സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് നമുക്കിവിടെ തന്നേക്കുന്ന കുറച്ച് വലിയ നമ്പേഴ്സ് ആണ്. അപ്പോൾ യൂഷ്വലി ഇത്രയും റാൻഡം നമ്പേഴ്സും ഇത്രയും റഫ് നമ്പേഴ്സ് ഒക്കെ തരുവാണെങ്കിൽ, ലൈക്ക് ഒരുപാട് ഡെസിമൽ ഒക്കെ ഉള്ള നമ്പേഴ്സും പിന്നെ നമ്പേഴ്സ് ഒക്കെ ഏകദേശം ഒരേപോലൊക്കെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ അപ്പോഴേ വിചാരിച്ചോണം അതിന് എന്തെങ്കിലും നമ്മുടെ ഓൾജിബ്ര ആയിട്ട് എന്തെങ്കിലും ബന്ധം കാണും. എന്നാൽ ഇത്രയും റഫ് നമ്പേഴ്സ് തരുവാണെങ്കിൽ, നമ്പേഴ്സ് എല്ലാം ഏകദേശം ഒരേപോലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ മിക്കവാറും അവിടെ ഓൾജിബ്ര ആയിട്ട് എന്തെങ്കിലും ബന്ധം കാണും. അപ്പൊ നിങ്ങൾ അത് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. നമുക്ക് ഈ തന്നേക്കുന്ന സംഭവം നിങ്ങൾ ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കിക്കേ. 0.3 ഇൻറ്റു 0.3. അപ്പൊ നമുക്ക് അത് 0.3യുടെ സ്ക്വയർ എന്ന് പറയാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 0.03 ഇൻറ്റു 0.03. അപ്പൊ ഇടയ്ക്ക് പ്ലസ്, എന്നിട്ട് 0.03യുടെ സ്ക്വയർ എന്ന് പറയാം. ദെൻ മൈനസ് ഉണ്ട് നമുക്കവിടെ. ഇനി 0.6 ഇൻറ്റു 0.03. നമുക്ക് ഈ കാണുന്ന 0.03 അവിടെയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 0.3 ഉണ്ടായിരുന്നു, അതവിടെ കാണുന്നില്ല. പക്ഷെ നമുക്ക് അവിടെ നോക്കി കാണാം 0.6 ഉണ്ട്. എന്ന് കഴിഞ്ഞാൽ 0.3യുടെ ഡബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡബിൾ ഒന്ന് മാറ്റിയിട്ടെ, ആ 2 ഇങ്ങ് മാറ്റിയിട്ടെ, അത് 0.6നെ നമുക്ക് 2 ഇൻറ്റു 0.3 എന്ന് എഴുതിക്കൂടെ. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടെന്ന് 0.3യും വരും. അത് കൂടാതെ നമുക്ക് അവിടെ 0.03 ഉണ്ട്. ഇനി അവർ ആ തന്നേക്കുന്ന സംഭവം ഒന്ന് നോക്കിക്കേ. നമുക്കത് ഏതെങ്കിലും ഓൾജിബ്രയുടെ ഫോർമുലയായിട്ട് എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ആ തന്നേക്കുന്ന ശരിക്കും a² പ്ലസ് b²
മൈനസ് 2ab അല്ലേ തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറഞ്ഞ ഏതിന്റെ ഫോർമുലയാണ്? നമ്മുടെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ആ പി എന്ന് പറയുന്ന സംഭവത്തിനെ എന്തെന്ന് എഴുതാം? ആ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമുലയിലേക്ക് എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ എ എന്താണ്? 0.3 ആണ്. മൈനസ് ബി എന്താണ്? 0.03 ആണ്. ദ ഹോൾ സ്ക്വയർ. നോക്കിയേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 0.3 നിന്ന് 0.03 മൈനസ് ചെയ്താൽ നമുക്ക് 30 നിന്ന് 3 മൈനസ് ചെയ്ത് 27 വരത്തില്ലേ? അപ്പൊ പോയിന്റ് ആയതുകൊണ്ട് 0.327 എന്ന് വരും. പിന്നെ സ്ക്വയർ കൂടി ഉണ്ടായത് നമുക്ക് തൽക്കാലം ആ സ്ക്വയർ അതേപോലെ തന്നെ എഴുതി വെക്കാം. നമുക്ക് അത് വെറുതെ സ്ക്വയർ ചെയ്താൽ നമ്പറിനെ വലുതാക്കേണ്ട. നമുക്ക് മുമ്പോട്ടുള്ള കാൽക്കുലേഷനിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ പിയുടെ ഒരു കുറച്ച് സിംപ്ലിഫൈഡ് ഉള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ ക്യൂ ഓൾറെഡി ഗിവൺ ആണ് 0.54. നമുക്ക് കാണാൻ പറ്റുക 27ന്റെ ഡബിൾ കൂടിയാണ് ആ 54 എന്ന് പറയുന്നത്. ഇനി ചോദിച്ചിരിക്കുന്ന പി ബൈ ക്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ പി ബൈ ക്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ പിയുടെ വാല്യൂ എന്താ? 0.27 സ്ക്വയർ. അങ്ങനെ 0.27 ഇൻറ്റു 0.27 നമുക്ക് തൽക്കാലം കാൽക്കുലേഷന് വേണ്ടി ചുമ്മാ ഒന്ന് എഴുതാം. ഡിവൈഡ് ബൈ നമുക്ക് അവിടെ എന്തുണ്ട്? 0.54 ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 27ന്റെ ഡബിൾ ആണ് 54. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു 0.27ഉം ഇവിടുത്തെ ഈ 0.54 കൂടി കട്ട് ചെയ്ത് എത്രയെന്ന് വരും? 2 എന്ന് വരും. ആണെങ്കിൽ നമുക്ക് ആ തന്നേക്കുന്ന നമ്പറിന്റെ ഹാഫ് എടുത്താൽ മതി ആൻസർ കിട്ടാൻ. അപ്പം 0.27 നമ്മളൊന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0. തവണ പോവും, 7 3 തവണ പോവും. പിന്നെ നമുക്ക് 1, അപ്പം അത് 10 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സോറി നമുക്കവിടെ 2 ടൈംസ് പോകും. ദെൻ അതിന് ശേഷം നമുക്കത് 3 ടൈംസ് പോകും. പിന്നെ 1 അതിനെ നമ്മൾ 10 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ വരും? 5 എന്ന് വരും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0.135 എന്നാണ് പി ബൈ ക്യൂടെ ആൻസർ കിട്ടുന്നത്. ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആ ഒരു ആൻസർ എന്ന് പറയുന്നത്. 0.135 ആണ് നമ്മളുടെ ആൻസർ. 0.135. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓപ്ഷനിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് അത് ഏകദേശം കാണുമ്പോൾ നമുക്ക് അറിയാം എന്തായാലും ഒരു 4.5 ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 0.45ഉം 0.135. അപ്പൊ അതിൽ ഏതാണ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസേഴ്സ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് പോകേണ്ടത്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ അതൊരു സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റൻ ആയിരുന്നു. നോക്കിയാൽ വീണ്ടും ഒരു സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഡെസിമൽ മാത്രമേ അഡ്ജസ്റ്റ് ആയിട്ടുള്ളൂ. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പുതിയ പാറ്റേൺ ഒന്നും കാണാനില്ല. ഇപ്പൊ നിങ്ങൾ അവിടെ നോക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് 6202.5, 620.25, 62.025, 6.2025, 0.62025. അപ്പൊ നമ്പർ എന്ത് തന്നെയാണ്? 62025 തന്നെയാണ്. അതിന്റെ ഡെസിമൽസ് നമ്മളോട് പോകും തോറും എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഓൾജബ്രയുടെ പാറ്റേൺ ഒന്നും ഇല്ല. ബിക്കോസ് ഒരേപോലത്തെ നമ്പർ റിപ്പീറ്റ് ആവുകയോ നമുക്കവിടെ മൾട്ടിപ്ലൈ ആവുകയോ സ്ക്വയർ വരികയോ അങ്ങനെ ഒന്നും ഇല്ല. ചുമ്മാ കുറച്ച് അഡീഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്തായാലും ഓൾജബ്ര ആയിട്ട് ബന്ധമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതും ചുമ്മാ ആഡ് ചെയ്ത് ആൻസർ എടുത്താൽ മതി. ഇനി അത് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനെ എക്സാക്ട്ലി ആഡ് ചെയ്യില്ല. ആദ്യം എന്ത് ചെയ്യണം? ഓപ്ഷനിൽ വന്ന് നോക്കണം. അവർ ആൻസർ തന്നേക്കുന്ന വളരെ അടുത്താണോ തന്നേക്കുന്നത് നോക്കണം. അങ്ങനെ വളരെ അടുപ്പിച്ച് തരത്തില്ല എന്തായാലും. നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് അവിടെ 6,700, 6,800, 6,800, പിന്നെ നിങ്ങൾക്കവിടെ 5,892 ഉണ്ട്. നിങ്ങൾക്ക് അവിടെ കണ്ടു കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് നമുക്ക് എന്തുണ്ട്? വളരെ അടുപ്പിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ 6,891, 6,891.596. ഓക്കെ, നമുക്ക് ഈ 2 ഓപ്ഷൻ വളരെ അടുത്താണ് തന്നിരിക്കുന്നത്. ആ ഒരു 6,800, 6,891 ഈ 2 ഓപ്ഷൻസ്. അപ്പൊ ഇത് രണ്ടും ഒരു ആൻസർ ആകാൻ നല്ല ചാൻസ് ഉണ്ട്. അത് കൂടാതെ പിന്നെ ബാക്കിയുള്ള 6,700ഉം അതുപോലെ 5,800 തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ചെയ്തു പോവാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? റഫ് ആയിട്ട് മാത്രം സോൾവ് ചെയ്യുക. എങ്ങനെയാണ് ഈ റഫ് ആയിട്ട് സോൾവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിലെ ഓപ്ഷൻ ഏതാ നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ആദ്യം ഒന്ന് റഫ് ആയിട്ട് സോൾവ് ചെയ്യാം. റഫ് ആയിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ആ ഡെസിമൽസ് എടുക്കില്ല, ബാക്കിയുള്ള നമ്പേഴ്സ് മാത്രം എടുക്കുക. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഞാൻ ആ 6202 എടുത്തു. അടുത്ത നമ്പറിൽ നിന്ന് ഞാൻ എന്തെടുക്കുക? 620 മാത്രം എടുക്കുക. 620. ഇനി അടുത്ത നമ്പറിൽ നിന്ന് ഞാൻ എന്തെടുക്കുക? 62 മാത്രം എടുക്കുക. 62. ഇനി അടുത്ത നമ്പറിൽ നിന്ന് ഞാൻ എന്ത് മാത്രം എടുക്കുക? 6 മാത്രം എടുക്കുക. നോക്കിയാൽ നമ്മൾ ആ ഇൻറ്റിജേഴ്സ് മാത്രം എടുത്തു. ഇനി ഇതൊന്ന് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്താൽ 6 + 4 നമുക്ക് 10 എന്ന് വരും. സോ ഇവിടെ 0 എടുക്കാം. ഇവിടെ ക്യാരി ഓവർ വരുമ്പോൾ നമുക്ക് ഇവിടെ 6 + 2 8 + 1 നമുക്ക് 9 എന്ന് വരും. നമുക്ക് ഇവിടെ 9 ആയി. അടുത്ത 6 + 2 നമുക്ക് ഇവിടെ 8ഉം വരുന്നുണ്ട്, നമുക്ക് ഇവിടെ 6ഉം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആൻസറിലോ ഏതൊക്കെ ഓപ്ഷൻ അല്ലെന്ന് ഉറപ്പിക്കാം? ഫസ്റ്റും അല്ലെന്ന് ഉറപ്പിക്കാം, ലാസ്റ്റും അല്ലെന്ന് ഉറപ്പിക്കാം. എന്നിട്ട് ആൻസർ എന്തായാലും 6,890യുടെ മേളിലാണ് വരാൻ പോകുന്നത്. അപ്പൊ ഓപ്ഷൻ ബിയോ ഓപ്ഷൻ സിയോ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? എക്സാക്ട്ലി സോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ ബാക്കി ആഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ കൂടി നമുക്ക് എടുക്കാം. ഇനി ആഡ് ചെയ്യാൻ ബാക്കിയുള്ള എന്താ? കുറച്ച് ഡെസിമൽസ് ആണ് ആഡ് ചെയ്യാൻ ബാക്കിയുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഡെസിമൽസ് എടുക്കാം. അപ്പൊ ഒന്ന് 0.5 ഉണ്ട്. പിന്നുള്ളത് എന്താ? 0.25 ഉണ്ട്. പിന്നുള്ള ഡെസിമൽ എന്താ? 0.025 ഉണ്ട്.
നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എപ്പോഴും ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുക. അടുത്തത് 0. നമുക്ക് 6 ഓക്കെ, നമുക്ക് അടുത്തത് 0.2025 ഉണ്ട്. നമുക്കത് കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതാം, ഓർഡർ നമുക്ക് മാറ്റണ്ട. നമുക്ക് 6. നമുക്ക് 2025 ഉണ്ട്. ആൻഡ് നമുക്ക് അടുത്തത് 0.62025 ഉണ്ട്. നോക്കിയേ, ഇപ്പൊ നമ്മൾ ആ ഡെസിമൽസ് മാത്രം സെപ്പറേറ്റ് എടുത്തു. അതും നമ്മൾ എപ്പോഴാണ് എടുത്തത്? ആവശ്യമുണ്ട് എന്ന് മനസ്സിലായപ്പോഴേ എടുത്തത്, അല്ല നമ്മൾ ആദ്യമേ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്യാം. ഇപ്പൊ ഇതൊന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് 5 വരും. ആൻഡ് നിങ്ങൾ ഓപ്ഷൻ പാരലായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. വൺസ് ഒന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആൻസർ മാർക്ക് ചെയ്തേക്കണം. അടുത്ത 5 + 2 7. അപ്പൊ അത് രണ്ടും കൺഫേം ആണ്. ഇനി അടുത്തത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. അടുത്ത 2 + 5 എന്താണ്? 7 ആണ്. ആണെങ്കിൽ നമുക്ക് ആ മൂന്നാമത്തെ സ്ഥലത്ത് എന്ത് വരണം? 7 വരണം. ഇവിടെ നോക്കിയേ, മൂന്നാമത്തെ 7 വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബിയിലല്ലേ? ഇനി ആൻസർ ചെയ്താൽ ഓപ്ഷൻ ബി ആ. നോക്കിയാൽ നമ്മൾ അത് ഫുള്ള് ചെയ്തില്ല, പക്ഷെ അതിന് മുമ്പ് തന്നെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ അല്ലേ? നമ്മൾ ഈ പറയുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു നല്ല കാര്യം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യുന്ന ഒഴിവാക്കിക്കൊണ്ട് ഡെസിമൽസ് മാത്രം എടുത്തും സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഓപ്ഷൻസ് ആദ്യം തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. രണ്ട് ഓപ്ഷൻ ഒരേപോലെയാണ് ഇരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെസിമൽസ് മാത്രം എടുത്ത് സോൾവ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഡെസിമൽ മാത്രം എടുത്ത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ പറ്റും. ഇവിടുത്തെ ഈ ഡെസിമലും ഇവിടുത്തെ ഈ ഡെസിമലും നോക്കിയേ, എക്സാക്ട്ലി സെയിം ഡെസിമൽസ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ അവസാനത്തെ ഡെസിമൽ നോക്കിയേ, 59775. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആദ്യമേ ഡെസിമലിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ആ ഓപ്ഷൻ ബി ആണോ സി ആണോ എന്നൊന്ന് ഉറപ്പ് വരുത്തിയത്. എന്ന് പറഞ്ഞാൽ ആ ഡെസിമലിന്റെ മുമ്പുള്ള വാല്യൂ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ പിന്നെ ഡെസിമലിലേക്ക് പോയത്. മനസ്സിലായല്ലേ? തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു ആൻസർ മൊത്തം ഒന്ന് കണ്ടുപിടിച്ചേക്കാം, ഡൗട്ട് ഒന്നും വരാതിരിക്കുക. 5 + 2 + 2 നിങ്ങൾക്ക് ഇവിടെ 9 വരുന്നുണ്ട്. ആൻഡ് 6 + 2 + 2 നമുക്ക് 10 + 5 നമുക്ക് ഇവിടെ 15 വരുന്നുണ്ട്. സോ ഇവിടെ 5 വരും. ഇവിടെ ഒരു ക്യാരി ഓവർ വന്നിട്ട് നമുക്ക് ഇവിടെ 1 പോയിന്റ് എന്ന് വരും. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ 6890 കൂടെ 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 91 എന്നിട്ട് പിന്നെ 59775 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും ഈ ഒരു ആൻസർ ഫുള്ളായിട്ട് കണ്ടുപിടിക്കാൻ നിൽക്കുകയും ചെയ്യില്ല എക്സാമിൽ. അത് കറക്റ്റ് അപ്രോച്ച് അല്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യം മറന്നുപോലെ അപ്രോച്ച് എപ്പോഴും എന്തായിരിക്കണം, അവിടുത്തെ ഓപ്ഷൻസ് നോക്കിയതിനു ശേഷം ഓപ്ഷന്റെ വേരിയേഷൻ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും അപ്രോച്ച് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ആ ഒരു ഓപ്ഷൻസിൽ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള നമ്പർ ഒരേപോലെ കടന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിലേക്ക് പോകാതിരുന്നത്. 3 ഓപ്ഷൻസ് ഒരേപോലെ ആയിരുന്നു കിടന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, മുമ്പിലുള്ള ഡെസിമലിന് മുമ്പുള്ള വലിയ നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് 2 ഓപ്ഷൻ എലിമിനേറ്റ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഉള്ള ബാക്കി ഓപ്ഷൻസിലേക്ക് നമ്മൾ പോയത് അതുകൊണ്ടാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ 2 ഓപ്ഷൻസിൽ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരുന്നു. അതുകൊണ്ട് ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്തൊരു ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റൻ ആണ്. നമുക്ക് തന്നേക്കുന്നത് ദ ടോപ്പ് ഓഫ് 2 ടവേഴ്സ് ഓഫ് ഹൈറ്റ് എക്സ് ആൻഡ് വൈ സ്റ്റാൻഡിംഗ് ഓൺ ലെവൽ ഗ്രൗണ്ട് സബ്റ്റൻഡ് ആംഗിൾ ഓഫ് 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി അറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ ജോയിനിങ് ദെയർ ഫീറ്റ്. ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ടു വൈ. എന്താ പറയുന്നത്, ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, ആ ഗ്രൗണ്ടിൽ നമുക്ക് 2 ടവർ നിൽപ്പുണ്ട്. ഓക്കെ, ഒരു വലിയ ടവറും, ബിക്കോസ് ഒരെണ്ണത്തിന്റെ ആംഗിൾ 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ആംഗിൾ 30 ഡിഗ്രി ആണ്. രണ്ടാമത്തെ ടവർ ഉറപ്പായിട്ടും ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ആംഗിൾ വെച്ച് അത് പറയാൻ പറ്റും. എന്താ, ഏതായിരിക്കും വലുത് ഏതായിരിക്കും ചെറുത്. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് അത് വരച്ചേക്കുന്നത്. ഈ ടവർ വലുതാണെങ്കിൽ അല്ലേ നമുക്ക് ആംഗിൾ എടുക്കുന്ന സമയത്ത് ഇത്രയും വലിയ രീതിയിൽ വരത്തുള്ളൂ, 60 ഡിഗ്രി എന്നൊരു ആംഗിൾ വരത്തുള്ളൂ. പക്ഷെ രണ്ടാമത്തെ ആംഗിൾ എത്ര, വെറും 30 ഡിഗ്രി അല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വലിയ ലെന്തി ആണെങ്കിൽ നമുക്ക് അത് ഒരിക്കലും 30 ഡിഗ്രി വരത്തില്ല. അത് കുറച്ച് ചെറുതാണെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, നമുക്ക് 30 ഡിഗ്രി വരത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേത് ഉറപ്പായിട്ടും ചെറുതായിരിക്കും ആ ടവർ. അങ്ങനെയാണെങ്കിൽ ഇനി അവർ പറഞ്ഞേക്കുന്നത് ആ ടവറിന്റെ ഹൈറ്റ് ആണ് എക്സും വൈ എന്നും പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ എക്സിന്റെ വാല്യൂ വലുതും വൈയുടെ വാല്യൂ എന്താണ്, ചെറുതാണ്. നമ്മൾ ചെറുതായിട്ട് തന്നേക്കുന്ന ആംഗിളുടെ ഒരു ലോജിക് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, എക്സ് വലുതാ വൈ ചെറുതാണെന്നുള്ള മനസ്സിലാവും. ഓപ്ഷനിൽ എക്സ് വലുതും വൈ ചെറുതുമായിട്ട് കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ? ഓപ്ഷൻ ബി വരത്തില്ല, ഓപ്ഷൻ സി വരത്തില്ല. എന്നാൽ അതിലൊക്കെ വൈ വലുതാ. ഓക്കെ, നമുക്കിവിടെ പറഞ്ഞേക്കുന്നത് എക്സ് ഈസ്റ്റ് വൈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നതും നമുക്ക് ഇവിടുന്ന് ആ ഫിഗറിൽ നിന്ന് ആംഗിളുടെ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ട്. എക്സ് ആയിരിക്കും വലുത്, വൈ എന്തായാലും ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എയോ ഓപ്ഷൻ സിയോ ഓപ്ഷൻ എയോ ഓപ്ഷൻ ഡിയോ ആയിരിക്കും ആൻസർ. അതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതിപ്പം 30 ഡിഗ്രിയും ഇതിപ്പോ 60 ഡിഗ്രിയും ആണ്. ചിലരെങ്കിലും എന്ത് ചെയ്യും, ഈ 60യും 30 കൂടി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് റേഷ്യോ 2:1 നിങ്ങൾ മാർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരിക്കലും മാർക്ക് ചെയ്യില്ല. അത് ഒരിക്കലും ശരിയാണോ നിർബന്ധമില്ല, ബിക്കോസ് അത് ആംഗിൾ ആണ്. ഓക്കെ, ഒരിക്കലും അങ്ങനെ 2:1 ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. മോറോ നമ്മളിവിടെ ചുമ്മാ നോക്കിയാലും നമുക്കൊരു കാര്യം കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന 60 ഡിഗ്രിയും 30 ഡിഗ്രി കൂടി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന അത് 2:1 ആംഗിൾ അല്ല. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും 2:1 അല്ല. എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഹൈറ്റ് കുറച്ചുകൂടി കൂടുതലും ഇതിന്റെ ഹൈറ്റ് വരുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി എന്താണ്, കുറവുമാണ്. ഓക്കെ, അപ്പം ഇതൊരിക്കലും ഇതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് തോന്നുന്നേ ഇല്ല. ഓക്കെ, സോ അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കുകയും ചെയ്യില്ല. ഇതൊരിക്കലും ഈ 60യും 30 കൂടി ആംഗിൾ എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുകയും ചെയ്യില്ല. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, വളരെ പെട്ടെന്ന് ആൻസർ വരും.
എന്താണ് നമ്മുടെ ടാൻ 60യുടെ റേഷ്യോ എന്ന് പറയുന്നത്? നമുക്കറിയാം ടാൻ 60 എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ √3/1 ആണ്. നിങ്ങൾക്കറിയാം ടാൻ എങ്ങനെ എടുക്കുന്നത്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നാണ് എടുക്കുന്നത്. കാരണം ടാൻ 30 ആ ഒരു √3 ആണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് √3 ആയിരിക്കും. ഇത് നമ്മുടെ 90 ഡിഗ്രി, ഇതൊക്കെ നമ്മുടെ 90 ഡിഗ്രി. അതിന്റെ ഓപ്പോസിറ്റ് √3 ആയിരിക്കും. ഈ അഡ്ജസന്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി അടുത്ത ടാൻ 30 എടുത്താൽ നിങ്ങൾക്കറിയാം ടാൻ 30 എന്ന് പറയുന്നത് എന്താണ്? 1/√3 ആണ്. അപ്പോൾ ഈ 1/√3 എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് 1 ആയിരിക്കണം, അഡ്ജസന്റ് √3 ആയിരിക്കണം. ഇനി നമുക്കൊരു കാര്യം ക്വസ്റ്റിന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്, ഇത് മിഡ് പോയിന്റിലാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. മിഡ് പോയിന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടുത്തെ ഈ ലെന്തും സെയിം ആയിരിക്കണ്ടേ? ഇത് രണ്ടും ഉറപ്പായിട്ടും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ലെന്ത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് രണ്ട് സെയിം ആണെങ്കിൽ ഇവിടെ 1 ഇവിടെ ഇപ്പൊ √3 എന്നാ വന്നേ. ഇത് രണ്ട് സെയിം ആണെങ്കിൽ രണ്ടും ഒരേ വാല്യൂ വരണ്ടേ? അപ്പൊ നമുക്ക് രണ്ടും ഒരേ വാല്യൂ എങ്ങനെ ആക്കാം? ഒന്നെങ്കിൽ √3നെ 1 ആക്കണം, അല്ലെങ്കിൽ ഈ 1നെ √3 ആക്കണം. അപ്പൊ എനിക്ക് ഒന്ന് ഈ 1നെ √3 ആക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പൊ അതാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ രണ്ടാമത്തെ റേഷ്യോസിനെ നമ്മൾ ഈ കാണുന്ന √3 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഇവിടുത്തെ ഈ 1നെ നമ്മൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ √3നെ നമ്മൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് ഒരു ആംഗിളിനെ ഒരു റേഷ്യോനെ ചെയ്യുമ്പോൾ അവിടുത്തെ എല്ലാ റേഷ്യോനും നമ്മൾ അത് ചെയ്യണമല്ലോ. നമ്മളിപ്പോൾ ഒരു റേഷ്യോനെ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടേ? ഏതെങ്കിലും ഒരു റേഷ്യോനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടിനെയും ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ √3 × √3 എന്തെന്ന് വരും? നമുക്കിവിടെ 3 എന്ന് വരത്തില്ലേ? നിങ്ങൾക്ക് ആ ഒരു റേഷ്യോ 3 എന്നാവും. അതുപോലെ ഇവിടെ ഓൾറെഡി ഈ റേഷ്യോ എന്താണ്? 1 ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ഇപ്പോൾ √3 ഉണ്ട്. ആൻഡ് ഇവിടെ 1 × √3 ചെയ്യുമ്പോൾ നമുക്ക് അത് എന്താവും? √3 ആവും. ഇപ്പോൾ അവർ പറഞ്ഞ പോലെ ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആ വാല്യൂസ് സെയിം ആയി. ഇവിടെയും √3 ആയി, ഇവിടെയും √3 ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന x/y വാല്യൂ എന്ത് വരും എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ x/y റേഷ്യോ എന്ത് വരുന്നുണ്ട്? എച്ചിന്റെ റേഷ്യോ 3 എന്നും വരുന്നുണ്ട്, വൈയുടെ റേഷ്യോ 1 എന്നും വരുന്നുണ്ട്. അപ്പൊ സംഭവം നമ്മുടെ ആ റേഷ്യോ പ്രൊപ്പോർഷണൽ ബാലൻസിങ് ഓഫ് റേഷ്യോയുടെ ഒരു കൺസെപ്റ്റ് ഇല്ലേ, അതുകൂടിയാണ് നമ്മളിവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കാണാൻ പറ്റും നമ്മുടെ പണ്ടത്തെ സ്കൂളിലെ ആംഗിളിലേക്ക് നമ്മൾ പോയിട്ടില്ല. സ്കൂളിൽ എങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കൺസ്ട്രെയിൻ ട്രയാങ്കിൾ ABC, കൺസ്ട്രെയിൻ ട്രയാങ്കിൾ PQR എന്നൊക്കെ പറഞ്ഞ് എടുത്ത് ഇക്വേഷൻസ് ഒക്കെ ഫോം ചെയ്ത് പിന്നെ ആ ഇക്വേഷൻസിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് ഒക്കെയാണ് നമ്മൾ പണ്ട് സ്കൂളിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ അങ്ങനെ ഒന്നും പോയിട്ടില്ല. നമ്മൾ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ വരുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ട്, റേഷ്യോസ് ഉപയോഗിച്ച് ചെയ്യുന്ന കണ്ടീഷൻസ്, ടാൻ മാത്രം ഉപയോഗിച്ചെടുക്കുന്ന കണ്ടീഷൻസ്. ആ ഒരു കണ്ടീഷൻസ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന കണ്ടീഷൻസ്, ആ ഒരു കണ്ടീഷൻസ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ആൻസർ എടുത്തേക്കുന്നത്. ആൻഡ് ഒരിക്കലും 60-30 കൂടി കട്ട് ചെയ്തിട്ട് ഒരിക്കലും 2:1 എന്ന് എഴുതില്ല, അത് ഒരിക്കലും ശരിയായിരിക്കത്തില്ല. ഓക്കെ, അത് ക്ലിയർ ആയിരിക്കണം. അത് ഒരിക്കലും അത്രയും റാൻഡം ആയിട്ട് എടുക്കല്ല. ഓക്കെ, അത് അത്രയും റാൻഡം ആയിട്ട് ഒരിക്കലും അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ് ആയിട്ട് നമ്മൾ റേഷ്യോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ആൻസർ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ആൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടി ഇവിടെയും ചെയ്തു. 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു, ബാക്കി 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് വെച്ച് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കി. നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, 2:1 ആണോ 3:1 ആണോ? 2:1 വരാൻ സാധ്യത നമുക്ക് ഒരിക്കലും 1630 വെച്ച് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? റേഷ്യോസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ ഫിഗർ ഒന്ന് വരച്ചിട്ട് അതിൽ നിന്ന് ആ റേഷ്യോസ് ഈ രണ്ടും ഈക്വൽ ആയിട്ട് വരേണ്ട റേഷ്യോസിനെ നമ്മൾ ബാലൻസ് ചെയ്ത് ഈക്വൽ ആക്കി, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു? ആൻസർ എടുത്തു. ഓക്കെ, അപ്പൊ ഈ ഒരു അപ്രോച്ച് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്, കോമ്പറ്റേറ്റീവ് എക്സാമിൽ യൂസ് ചെയ്യേണ്ടത്. അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്യൂബോയിഡ് ഹാവിംഗ് ദി സർഫേസ് ഏരിയ ഓഫ് 3 adjacent faces as A, B, C ഹാസ് ദി വോളിയം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നോക്കി, അപ്പൊ അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റൻ, വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ ലൈനിലാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ അത്യാവശ്യം വളരെ നല്ല ക്വസ്റ്റൻ ആണെന്ന് പറയാം. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ക്യൂബോയിഡ് ഉണ്ട്. നമുക്ക് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ക്യൂബോയിഡ് അതിന്റെ 3 adjacent faces എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഒന്ന് ലെന്ത് ഇൻറ്റു ബ്രെത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, 3 adjacent faces എന്ന് പറയുമ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ലെന്ത് ഇൻറ്റു ബ്രെത്ത് ആയിരിക്കും. ഓക്കെ, ലെന്തിന് ഇപ്പം 3 adjacent ഫേസസിന്റെ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 3 adjacent ഫേസസിന്റെ സർഫേസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ചുമ്മാ ഒരു ക്യൂബോയിഡ് ഒന്ന് വരയ്ക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ ചുമ്മാ ഒരു ക്യൂബോയിഡ് ഒന്ന് വരയ്ക്കാം. നമുക്ക് ചുമ്മാ നമ്മളൊരു ക്യൂബോയിഡ് വരയ്ക്കുവാണെങ്കിൽ അതിന്റെ 3 adjacent ഫേസസ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കാം. നമ്മൾ ഇതേപോലെ ഒരു ക്യൂബോയിഡ് വരച്ചാൽ ഓക്കെ, നമ്മൾ ഇതേപോലത്തെ ഒരു ക്യൂബോയിഡ് വരച്ചു. ഇപ്പൊ അവർ പറയുന്നത് 3 adjacent ഫേസസിന്റെ ഏരിയ, സർഫേസ് ഏരിയ എന്ന് പറയുന്നത് എയും ബിയും സി ആണെന്ന് പറയുന്നത്. അപ്പൊ 3 adjacent ഫേസസ് എന്ന് പറയുമ്പോൾ അടുത്തടുത്തുള്ള ഫേസസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചു ഇത് ലെന്താന്ന് വിചാരിച്ചു, ആൻഡ് ഇത് ഈ സൈഡ് ബ്രെത്താന്ന് വിചാരിച്ചു, ആൻഡ് ഇത് നമുക്കറിയാം ഹൈറ്റ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ 3 adjacent ഫേസസ് എന്ന് പറയുമ്പോൾ ഒരു ഫേസ് നിങ്ങളുടെ ഈ ലെന്തിന്റെ ബ്രെത്ത് ആയിരിക്കും. ഓക്കെ, ഈ ലെന്തിന്റെ ബ്രെത്ത് അതാണ് നിങ്ങൾ എ എന്ന് വിചാരിച്ചു. ഓക്കെ, ആ താഴെ കാണുന്ന ഫേസ്. ഇനി അടുത്ത adjacent ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ബാക്കി കാണുന്ന ഫേസോ അല്ലെങ്കിൽ മുമ്പിൽ കാണുന്ന ഫേസ് ആയിട്ട് എടുക്കാം. ഈ മുമ്പിൽ കാണുന്ന ഫേസ് നമുക്കിപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ നമുക്ക് താഴത്തെ നമ്മൾ ലെന്ത് ഇൻറ്റു ബ്രെത്ത് എന്ന് എടുത്തു.
ഇനി ഈ കാണുന്ന ഫേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഹൈറ്റ് ആയിരിക്കും ആൻഡ് ഇതും ലെന്ത് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫേസിന് എന്തെടുക്കാം, ലെന്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് എടുക്കാം. ആൻഡ് അത് നമുക്ക് തൽക്കാലം ബി എന്ന് എടുക്കാം. ഓക്കെ, അത് ബാക്കി കാണുന്ന ആ ഫേസ്. ഇനി നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഫേസ് ഇല്ലേ, അപ്പൊ അഡ്ജസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാം ഒന്നും മറ്റേതായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഈ സൈഡിൽ കാണുന്ന ഫേസ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അതിനെ ഇപ്പൊ നമ്മൾ ഈ ഒരു ഫേസ് എടുത്തു, അപ്പൊ നമുക്കത് നോക്കുന്ന പോലെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും അത് നോക്കുന്ന പല രീതിക്കാണ്. അത് യൂഷ്വലി നമ്മൾ ഈ 3D ഫിഗേഴ്സ് ഇങ്ങനെ വരച്ചിട്ട് നോക്കുന്ന സമയത്ത് അത് രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കുക. നിങ്ങൾ ഇതിനെ നോക്കുന്ന സമയത്ത് ഈ സൈഡ് ബാക്ക് ആണെന്നുള്ള രീതിയിൽ ആലോചിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞ പോലെ 3D ആയതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ പലർക്കും ഡൗട്ട് തോന്നാറുണ്ട്. ഇത് എന്താ പറയാ, നോക്കുമ്പോൾ പലരും പല രീതിയിൽ നോക്കുന്നതുകൊണ്ട് തന്നെ ചിലവർക്ക് അത് മുമ്പായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കല്ല. ഞാൻ ഇപ്പൊ കളർ ചെയ്തിരിക്കുന്ന ഫേസിനെ നിങ്ങൾ ബാക്കിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് മൈൻഡിൽ അങ്ങനെ ആലോചിച്ചുകൊണ്ട് നോക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ബാക്കി ഇരിക്കുന്ന നമ്മുടെ ആ ഒരു നിങ്ങൾക്കറിയാം അത് ലെന്തും അത് ഹൈറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ലെന്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് വരും. അതാണ് നമ്മുടെ ആ സൈഡിന്റെ സർഫേസ് ഏരിയ. ഈ താഴെയുള്ള സൈഡ് അത് നമ്മുടെ ബേസ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ലെന്ത് ഇൻറ്റു ബ്രെത്ത്, അതാണ് നമ്മുടെ ഒരു സർഫേസ് ഏരിയ. അതിനെയാണ് നമുക്ക് എ എന്ന് തന്നേക്കുന്നത്, ABC എന്ന് തന്നേക്കുന്നത്. ഇനി അടുത്തൊരു അഡ്ജസ്റ്റന്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിപ്പം ഹൈറ്റും ഇത് നമ്മുടെ ബ്രെത്തും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സൈഡ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സൈഡ് നമുക്ക് ഇപ്പോൾ ഒരു അഡ്ജസ്റ്റന്റ് ഫേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ സൈഡിനെ നമുക്ക് എന്തെങ്കിലും എടുക്കാം. ഇപ്പോൾ ലെന്ത് ഇൻറ്റു ബ്രെത്തായി, ലെന്ത് ഇൻറ്റു ഹൈറ്റ് ആയി. ഈ സൈഡ് നമുക്ക് നോക്കിയാൽ കാണാം ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ്. അതിനെ നമുക്ക് എന്തെന്ന് എടുക്കാം, സീന്ന് എടുക്കാം. അപ്പൊ നമ്മുടെ 3 സൈഡിന്റെ സർഫേസ് ഏരിയ, 3 അഡ്ജസ്റ്റന്റ് സൈഡ്സിന്റെ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ലെന്ത് ഇൻറ്റു ബ്രെത്ത് എന്ന് എടുത്തു, ഒരു സൈഡ് നമ്മൾ ലെന്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് എടുത്തു, ഒരു സൈഡ് നമ്മൾ ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് എടുത്തു. ആദ്യത്തെ നമ്മൾ എ എന്ന് എടുത്തു, മറ്റേ സർഫേസ് ഏരിയ ബി എന്ന് എടുത്തു, മൂന്നാമത്തെ സർഫേസ് ഏരിയ സി എന്ന് എടുത്തു. ഇനി നമ്മൾ ഇത് ചുമ്മാ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ, നമ്മളിത് ചുമ്മാ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ 2 L ഉണ്ട്, 2 B ഉണ്ട്, 2 H ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ സ്ക്വയർ ആയിരിക്കും വരുന്നത്. ലെന്തിന്റെ 2 ലെന്ത്, 2 ബ്രെത്ത്, 2 ഹൈറ്റ്. സോ LBHന്റെ സ്ക്വയർ വരും ഈക്വൽ ടു നമുക്ക് ABC എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇവിടുത്തെ വോളിയം എന്താണെന്ന് ചോദിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു ക്യൂബോയിഡിന്റെ ലെന്തും ബ്രെത്തും ഹൈറ്റും ഉണ്ടെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ലെന്തിന്റെ ബ്രെത്തിന്റെ ഹൈറ്റ് അല്ലേ? അത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ലെന്തിന്റെ ബ്രെത്തിന്റെ ഹൈറ്റ് സ്കൂളിൽ 6ാം ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ലെന്തിന്റെ ബ്രെത്തിന്റെ ഹൈറ്റ് ഉണ്ട്, പക്ഷെ അതിന്റെ സ്ക്വയറാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ലെന്തിന്റെ ബ്രെത്തിന്റെ ഹൈറ്റ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ABC എന്ന് എടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വേണം? സ്ക്വയർ റൂട്ട് ഓഫ് ABC വേണം. അപ്പോൾ ഓപ്ഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ABC കൊടുത്തിട്ടില്ല, പക്ഷെ ആ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് ABCനെ തന്നെ പ്രോപ്പർലി നമുക്ക് പവർ ആക്കി കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് ABC എന്ന് പറഞ്ഞാൽ എന്തുകൂടിയാണ്? ABC റേസ്റ്റ് 1/2 കൂടിയല്ലേ? അതിനല്ലേ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്, ഈ റേസ്റ്റ് 1/2നെ. ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? ആ ഒരു ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന രീതിയിൽ പറയുവാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ABCയുടെ പവർ 1. ABC റേസ് A ഇൻറ്റു B ഇൻറ്റു C റേസ് ടു 1/2 ആയിരിക്കും ആൻസർ വരുന്നത്. പക്ഷെ അതേ ആൻസറിന് അവർക്ക് എങ്ങനെയും കൊടുക്കാം, ആ റൂട്ട് ഓഫ് A ഇൻറ്റു B ഇൻറ്റു C എന്ന് പറഞ്ഞും കൊടുക്കാം. അത് നല്ല ആൻസർ തന്നെയാണ്. പക്ഷെ അതും പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനായിരിക്കും ചിലപ്പോൾ അവർ അതിനെ ആ പവർ ആക്കി കൊടുത്തേക്കുന്നത്. റേസ്റ്റ് 1/2 ഉണ്ട്, റേസ്റ്റ് 1/3 ഉണ്ട്, പിന്നെ A³ B³ C³ എന്ന് കൊടുത്തിട്ടുണ്ട്, വെറും ABC എന്ന് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേരെങ്കിലും അറിയാതെ എന്ത് ചെയ്യും, ഈ ABC കയറിയും മാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ABC അല്ല, ABC എന്ന് പറയുന്നത് എന്താ? വോളിയത്തിന്റെ സ്ക്വയർ ആണ് ABC. വേണമെങ്കിൽ വോളിയം എന്തായിരിക്കും? ആ ABCയുടെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റനാണ്, വളരെ നല്ല ക്വസ്റ്റനും ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ആൾക്കാർ തെറ്റിക്കാനും കൺഫ്യൂസ് ആവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ കൂടിയാണ്. പക്ഷെ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ നോക്കി വെക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും ക്വസ്റ്റനിൽ നമ്പറൊക്കെ തന്നിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കത്തില്ല ചോദിക്കുന്നത്. പലപ്പോഴും നമുക്ക് ക്വസ്റ്റൻ ഒക്കെ ചോദിക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റൻസ് ആണ് നമ്മൾ സെഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന സെഷനിൽ എന്തായിരിക്കും, നമ്മൾ ഈ ക്വസ്റ്റിന്റെ ലെവൽ ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകും. നിങ്ങൾ ആ പ്രാക്ടീസും കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അതിന് മുമ്പുള്ള സെഷൻ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. ഇനി വരുന്ന സെഷൻസ് കാണുന്നതിന് മുമ്പ് നേരത്തുള്ള സെഷൻസ് കാണണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉറപ്പായിട്ടും ചെയ്യണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഏതെങ്കിലും എക്സാംസിൽ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. റെയിൽവേയുടെ പല എക്സാംസ് ഉണ്ട്, SSCയുടെ എക്സാംസ് ഉണ്ട്, ഇതിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം മെൻസുറേഷൻ എല്ലാ സ്ഥലത്തും ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ശരി, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തൊരു നല്ലൊരു റേഷ്യോയുടെ ക്വസ്റ്റൻ ആണ്. അത് നല്ലൊരു റേഷ്യോയുടെ ക്വസ്റ്റൻ ആണ്. എന്താ പറയുന്നത്? റോപ്പ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 ഡിഫറെന്റ് പാർട്സ്. ദി ഫസ്റ്റ് പാർട്ട് ഈസ് ഓഫ് ദി 1/5 ഹോൾ ലെങ്ത്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് മൊത്തം നീളത്തിന്റെ 1/5 ആണ്. ഞാൻ മൊത്തം 5 ഉണ്ടെങ്കിൽ അതിൽ ഒന്നാണ് നമ്മുടെ ഈ ആദ്യത്തെ എന്ന് പറയുന്നത്. ദ സെക്കൻഡ് പാർട്ട് ഈസ് ഓഫ് ദി 3/2 ഓഫ് ദി ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പാർട്ടിന്റെ 3/2 ആണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ദ തേർഡ് പാർട്ട് ഈസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി റോപ്പ് എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം റോപ്പിന്റെ എത്ര നീളം, എത്ര പോർഷൻ ആണ്, ഫ്രാക്ഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിനെ പല പല രീതി എടുക്കാം. ഞാനൊന്ന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി
നിങ്ങൾക്ക് ഇവിടെ 1/5 എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ മൊത്തം നീളത്തിന്റെ 1/5 ആണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു ലോജിക്കൽ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഞാനൊരു 5 പാർട്ടാക്കി ഇതാണ് നമ്മുടെ റോപ്പ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു 5 പാർട്ടാക്കി എടുക്കുക. ഇപ്പോൾ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ദ ഫസ്റ്റ് പാർട്ട് ഈസ് ഓഫ് ദി 1/5 ഓഫ് ദ ഹോൾ ലെങ്ത്. ഇതാണ് മൊത്തം നീളം. ഈ മൊത്തം നീളത്തിന്റെ 5/1 നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഈ ഫസ്റ്റ് പാർട്ടിലെ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഫസ്റ്റ് പാർട്ട്. എ നമുക്ക് വിചാരിച്ചു ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ട് ABC ആണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. എ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഇനി നമുക്ക് ബാക്കി എത്ര ഉണ്ട്? 4 പാർട്ട് കൂടി ബാക്കിയുണ്ട്. അപ്പം 5/1 A ആണ്. ഇനി അടുത്ത നമുക്ക് ബാക്കി പറയുന്നത് എന്താ? ദ സെക്കൻഡ് പാർട്ട് ഈസ് ഓഫ് ദി 3/2 ഓഫ് ദി ഫസ്റ്റ് പാർട്ട്. നമ്മുടെ ആദ്യത്തെ പാർട്ട് 3/2 ആണ് നമ്മുടെ ഈ പറയുന്ന സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ബി എന്ന് പറയുന്നത് നമ്മുടെ 3/2 ഓഫ് ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് എത്രയായിരുന്നു? 1/5 അല്ലായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 1/5ന്റെ 3/2 ആണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഈ മൊത്തം 5 എണ്ണത്തിന്റെ ഈ ഫസ്റ്റ് പാർട്ടിനെ 1 എന്ന് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്ത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് 3/10 എന്നാക്കി എടുക്കാം. 3/10 ഒന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ 5 പാർട്ട് എന്നുള്ള രീതി എടുത്തുകൊണ്ട് നമ്മൾ ആ 3/10 ഒന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ 10നെ ഒന്ന് 5 ആക്കി കഴിഞ്ഞാൽ 3നെ നമുക്ക് എന്താക്കേണ്ടി വരും? 1.5 ആക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ എ എന്ന് പറയുന്നത് 5/1, നമ്മുടെ ബി എന്ന് പറയുന്നത് 5/1.5 എന്ന് കഴിഞ്ഞാൽ മൊത്തം 5 ഉണ്ടെങ്കിൽ അതിന്റെ 1.5 എന്തെന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ 1 എടുക്കാം ആൻഡ് ഇവിടുന്ന് ഒരു അര കൂടി എടുക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ 1/5 ആൻഡ് ഇവിടുന്ന് ഒരു അര കൂടി എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബി എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബി. അപ്പൊ ഇവിടെ 1, ഇവിടെ 1.5. ഓക്കെ, 1.5. അപ്പൊ ഇതാണ് നമ്മുടെ 1.5 എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമ്മുടെ ആദ്യത്തേത് നമ്മുടെ 1, നമ്മുടെ 1/5 എന്ന് പറയുമ്പോൾ 5 എണ്ണത്തിൽ ഒരെണ്ണം, ഇവിടെ 5 എണ്ണത്തിലെ 1.5. ഇനി ബാക്കി ഉള്ളതായിരിക്കും നമ്മുടെ ഇനി അവിടെ പറഞ്ഞത് എന്താ? ബാക്കിയുള്ളത് എന്തായിരിക്കും? ഉറപ്പായിട്ടും സി ആയിരിക്കും. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സി എന്ന് പറയുന്നത്. ഈ കാണുന്ന സി എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അവിടെ മൊത്തം എത്ര ഉണ്ട്? ഇവിടുന്ന് ഒരു 1 ഉണ്ട്, ഇവിടുന്ന് ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് 2.5 ഇരട്ടി എന്ന് പറയാൻ പറ്റും. മൊത്തം 5 എണ്ണത്തില് 1A 1.5 B, അങ്ങനെയാണെങ്കിൽ ബാക്കി 2.5 എന്തായിരിക്കും? നമ്മുടെ സി ആയിരിക്കും. നോക്കിയേ, നമുക്ക് അത് ഈസി ആയിട്ട് ഒരു ചെറിയ ലോജിക്കാണ് യൂസ് ചെയ്തത്. നമ്മളവിടെ വലിയ മെത്തേഡോ വലിയ ഇക്വേഷൻസോ ABC എന്നുള്ള വെച്ച ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യോ XYZ ഒന്നും വെച്ച് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യോ ഒന്നും ചെയ്തില്ല. ചുമ്മാ ഒരു ലൈൻ വരച്ച് അവിടെ തന്നെ ലോജിക് ഉപയോഗിച്ചു. ഇനി എന്താ പറയുന്നത്? തേർഡ് പാർട്ട് ഈസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഹോൾ റോപ്പ്. നമ്മുടെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മൊത്തം റോപ്പിന്റെ എത്ര പോർഷൻ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ പാർട്ട് എത്ര? 2.5. ആ 2.5 എന്ന് പറയുന്ന മൊത്തം റോപ്പ് എത്ര? 5. നിങ്ങൾക്ക് 2.5 എന്ന് പറയുന്ന 5ന്റെ പകുതി അല്ലേ? ആണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ 1/2 എന്ന് വരും. ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ ഓപ്ഷൻ ഡി. നോക്കിയാൽ നമ്മളോട് എക്സോ വൈയോ സെഡോ ഒന്നും യൂസ് ചെയ്തില്ല. ABC വെച്ച് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്തു? വെറുതെ ആ ഒരു പറഞ്ഞിരിക്കുന്ന കണ്ടീഷനെ ഒരു ലൈനിൽ വരച്ചിട്ട് അവരിപ്പം 1/5 എന്ന് പറഞ്ഞ് തുടങ്ങിയോണ്ട് നമ്മൾ ആ 1/5 തന്നെ ബേസ് ആയിട്ട് എടുത്തോണ്ട് മൊത്തം 5 എണ്ണം ഉണ്ട്. അതിൽ ഒന്നാണ് എ. നമ്മുടെ എയുടെ 1.5 ഇരട്ടി 3/2 എന്ന് പറഞ്ഞാൽ 1.5 ഇരട്ടിയാണ് ബി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ 1 ആണെങ്കിൽ അതിന്റെ 1.5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 1.5 തന്നെ ആയിരിക്കും. ആദ്യത്തെ നമ്മൾ 1 എന്നല്ല എടുത്തത്. ഇപ്പൊ രണ്ടാമത്തെ നമ്മൾ ആക്ച്വലി അങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ലപോലെ മനസ്സിലാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ എഴുതി ചെയ്തത്. അപ്പൊ ആദ്യത്തത് 5/1, അപ്പൊ 1 എ. രണ്ടാമത്തെ പറയുന്നത് ആദ്യത്തിന്റെ 1.5 ഇരട്ടി. ആദ്യത്തത് 1 ആണെങ്കിൽ അതിന്റെ 1.5 ഇരട്ടി എടുത്താലും അത് തന്നെ വരും, 1.5 തന്നെ വരും. അങ്ങനെയാണെങ്കിൽ ബാക്കി ആ 1.5. ഇനി അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എത്ര? 2.5. അങ്ങനെയാണെങ്കിൽ 2.5 എന്ന് പറയുന്നത് മൊത്തം 5ന്റെ എത്ര എന്ന് ചോദിച്ചേക്കുന്നത്? 2.5 എന്ന് പറഞ്ഞാൽ 5ന്റെ പകുതിയല്ലേ? 1/2. അത്രേ ഉള്ളൂ ആൻസർ. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരുപാട് ബുക്സിലൊക്കെ ഫോളോ ചെയ്യുന്ന സൊല്യൂഷൻസും നിങ്ങൾക്ക് അറിയാം. ഒരുപാട് പേരും ചെയ്യുന്ന സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലെന്തി ആയിട്ടുള്ള XYZ PQR എന്നൊക്കെ പറഞ്ഞുള്ള സൊല്യൂഷൻസ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ LCM ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെയും ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ട് ആക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്തു പോവാം. ഓക്കെ, ഇതൊരു നല്ല അപ്രോച്ചാണ്. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റിനിൽ വേറൊരു അപ്രോച്ച് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി വേറൊരു പുതിയ ക്വസ്റ്റിനിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റിനിൽ വേറൊരു അപ്രോച്ച് കാണിച്ചു തരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ എ ഗെയിം Rajesh lost of his 1/3 of his money in the first round of the game. ഇപ്പൊ രാജേഷ് ഒരു ഗെയിമിന്റെ ആദ്യത്തെ റൗണ്ടിൽ ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് 3 റൗണ്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ ലോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, 3 റൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ലോസ് എന്ന് പറയുന്നത് എന്താണ്? മൊത്ത പൈസയുടെ 1/3 ലോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൊത്ത പൈസയുടെ 1/3. ഓക്കെ, ഓഫ് ടോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? In the second round, he loses 3/5 of his remaining money. Okay, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതിന്റെ 3/5. ഓക്കെ, 3/5 ഓഫ് ദി റെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് മറക്കല്ല. ഓക്കെ, അപ്പൊ ഇവിടെ കളിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ടോട്ടലിന്റെ 1/3 പോയതിനു ശേഷം പിന്നെ ബാക്കി കാണത്തില്ല. ഇപ്പൊ ടോട്ടലിന്റെ 1/3 കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര കാണും? 2/3 കാണും. ആ 2/3ന്റെ 3/5 ആണ് ഇവിടെ രണ്ടാമത് പോകുന്നത്.
അത് കഴിഞ്ഞ് എന്താ പറയുന്നത്, ആൻഡ് ഇൻ ദ തേർഡ് റൗണ്ട് ഹി ലോസ് 4/7 ഓഫ് ദ റെസ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ മൂന്നാമത്തെ റൗണ്ട് കളിക്കുമ്പം 4/7 ഓഫ് ദി ഇവിടെ നിന്നും കളിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതാണ് പോകുന്നത്, ബാക്കി റെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ നേരത്തെ ഒരു ലോജിക്കൽ മെത്തേഡ് യൂസ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി വേറൊരു മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മുടെ LCM മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇവിടെ 3 ഉണ്ട്, നമുക്ക് ഇവിടെ 5 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. നമുക്ക് ഇത് മൂന്നും വെട്ടിപ്പോകുന്ന ചില നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ലൈക്ക് ഇത് മൂന്നും വെട്ടിപ്പോകുന്ന ഒരു വലിയ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 3ഉം 5ഉം 7ഉം മൂന്നും ഈ പറയുന്ന പോലെ നമ്മുടെ പ്രൈം നമ്പർ കൂടിയാണ്. ഈ 3 നമ്പറിനെ കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 നമ്പറിന്റെ ഒരു LCM എടുക്കാമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് ഇവിടെ 3 × 5 15, 15 × 7 നമുക്ക് 105 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം ടോട്ടൽ എത്ര ആയിട്ട് എടുക്കാം, 105 എന്ന് എടുക്കാം. അപ്പൊ ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ മൊത്തം 105 എടുത്തല്ലേ. ഇനി ഇവിടെ ഈ സ്പെൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത്, ഓക്കെ, അല്ലെങ്കിൽ ഈ ലോസ് സ്പെൻഡ് എന്ന് പറയുന്നതിന് പകരം ബെറ്റർ ആയിരിക്കും നമുക്ക് ലോസ് ചെയ്യുന്ന എത്ര എന്ന് പറയാം. അതായിരിക്കും നല്ലത്. എന്താ ലോസ് എന്നല്ല അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ലോസ് ചെയ്യുന്ന എത്ര എന്നുള്ളതും എന്ന് പറഞ്ഞാൽ അതിനൊരു നമ്പറിലേക്ക് നമ്മളൊന്ന് മാറ്റുവാണെങ്കിൽ, മൊത്തം ടോട്ടൽ 105 ഉണ്ടെന്ന് ചുമ്മാ ഒന്ന് എടുത്തിട്ട് നമ്മൾ അതിനൊരു നമ്പറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എത്ര നമുക്ക് ഇവിടെ നിന്ന് എടുത്തു പോകാൻ പറ്റും. അപ്പൊ അത് നമുക്കൊന്ന് ചെയ്തു പോവാം. അപ്പൊ ആദ്യമേ നമുക്ക് മൊത്തത്തിന്റെ 1/3. മൊത്തത്തിന്റെ 1/3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അത് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ മൊത്തത്തിന്റെ 1/3 എന്ന് പറയുമ്പോൾ 3ഉം 105 കൂടി നമ്മളൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയെന്ന് വരും, നമുക്ക് 35 വരും. അപ്പൊ ആദ്യം എത്ര പോയി, 35 പോയി. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ളത് എത്ര, 35 പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് ഈ പറയുന്ന 105 നമ്മൾ എടുത്ത്, അതിൽ നിന്ന് 35 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എത്രയാണ്, നമുക്ക് 70 ബാക്കിയുള്ളത്. ഇനി അവിടെ പറയുന്നത് എന്താ, 3/5 ഓഫ് ദി റെസ്റ്റ് ആണ് പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. 3/5 ഓഫ് ദി, അപ്പൊ ഇത് ഫസ്റ്റ് കേസ്, എന്നാൽ അതിന്റെ റിമൈനിങ്. ഇനി 3/5 ഓഫ് ദി റെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് 3/5, ഇനി റെസ്റ്റ് എത്രയേ ഉള്ളൂ, 70 അല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 5ഉം 70 കൂടി കട്ട് ചെയ്ത 14 വരും. 3 × 14 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയെന്ന് വരും, 3 × 14 നമുക്ക് 42 എന്ന് വരും. അപ്പൊ രണ്ടാമത് എത്ര പോകുന്നത്, 42 പോകുന്നത്. അപ്പൊ 42 ഇനി പോയി കഴിഞ്ഞാൽ പിന്നെയും ബാക്കി എത്ര ഉണ്ട്, നമുക്ക് മൊത്തം 70 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 42 കൂടി പോയി കഴിഞ്ഞാൽ, ലൈക്ക് ബാക്കി 70 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 42 കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എത്രയേ ഉള്ളൂ, 42 പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 28 ഉള്ളൂ. അപ്പൊ ഇതാണ് ഇനി തേർഡ് റൗണ്ടിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തേർഡ് റൗണ്ടിൽ എന്താ പറയുന്നത്, ബാക്കിയുള്ളതിന്റെ 4/7. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതിന്റെ 4/7 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 4/7 × 28 എന്ന് എടുക്കാം. ആണെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും, 4 × 4 16 വരും. അപ്പൊ ഇവിടെ എത്ര പോകുന്നത്, 16 പോകുന്നത്. അപ്പം ബാക്കി മൊത്തം എത്ര ഉണ്ടായിരുന്നു, 28 ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് 16 പോയത്. അങ്ങനെ 16 പോയാലും പിന്നെയും ബാക്കി എത്ര കാണും, നമ്മുടെ ബാക്കി പിന്നെയും 12 കാണത്തില്ലേ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ റിമൈനിങ് വരുന്നത്, ഓക്കെ. ഇപ്പൊ റിമൈനിങ് വരുന്നത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ ആദ്യം 35 കഴിഞ്ഞു, 35 ചെലവായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി 70 ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ പറഞ്ഞ 70 നിന്ന് ഈ പറഞ്ഞ 42 പോയി. 42 പോയപ്പോൾ പിന്നെ ബാക്കി എത്ര ഉണ്ടായിരുന്നു, നമുക്ക് ഈ പറയുന്ന 28 ഉണ്ടായിരുന്നു. പിന്നെയും 28 നിന്ന് എന്ത് പോയി, നമ്മുടെ ഈ പറയുന്ന 16 പോയി. 16 പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്കിവിടെ ബാക്കി എത്ര ഉണ്ടായിരുന്നു, ഇനി ബാക്കി എത്ര ഉണ്ട്, നമുക്ക് 12 ബാക്കിയുണ്ട്. അപ്പൊ ഇതാണ് ഇനി റിമൈനിങ് എന്ന് പറയുന്നത്, ലാസ്റ്റില് റിമൈനിങ് ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഇതാണ്, അവസാനം ബാക്കിയുള്ളത്. എന്താ ചോദിച്ചേക്കുന്നത്, ഹീസ് ലെഫ്റ്റ് വിത്ത് വാട്ട് പാർട്ട് ഓഫ് ദി ഒറിജിനൽ സം ഓഫ് മണി, മൊത്തത്തിന്റെ എത്ര പാർട്ടാണ് ബാക്കിയുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ളത് നമുക്ക് 12 അറിയാം. മൊത്തം നമ്മൾ എത്ര ആയിട്ട് എടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ 105 എടുത്തല്ലേ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ 105 പിന്നെ വേണമെങ്കിൽ × 100 കൂടി എടുക്കാം. ഓക്കെ, നമുക്ക് 100 ആവശ്യമില്ല, പെർസെന്റേജ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഫ്രാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ പെർസെന്റേജ് ആണെങ്കിൽ നമ്മൾ × 100 കൂടി എടുത്തേനെ. ഇതിപ്പോ ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. സോ ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത് നമ്മളൊന്ന് 3 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ മേളിൽ 4 വരും, താഴെ 3 വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് 35 വരും. അങ്ങനെ ഫൈനൽ ആൻസർ എത്ര വരും, 4/35 എന്ന് വരും. സോ ഓപ്ഷൻ ബി 4/35 ആണ് നമ്മുടെ ആൻസർ. നോക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ കിട്ടുന്നുണ്ട്, 4/35. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിനിൽ ചെയ്തൊരു അപ്രോച്ച് ഡിഫറെന്റ് ആയിരുന്നു. ബിക്കോസ് അവിടെ നമുക്കൊരു ചെറിയ കൺസെപ്റ്റ് പോലെ തോന്നിയോണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ വലിയ കാൽക്കുലേഷൻ ഒന്നും ഇല്ലായിരുന്നു. നമുക്കത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ 1/5 അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ടൈം ഇത് യൂസ് ചെയ്തു. അവിടെ വേറെ റിമൈനിങ്ങിന്റെ ഒരു കൺസെപ്റ്റ് ഒക്കെ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് അത് ഫുൾ ഓഫ് ദി റെസ്റ്റ്, ഓഫ് ദി റിമൈനിങ് എന്ന് പറഞ്ഞു പോയോണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചുകൂടി LCM ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. എന്നാൽ അവരൊരു റിയൽ നമ്പർ തന്നിട്ടില്ലായിരുന്നു. അപ്പൊ ആ റിയൽ നമ്പർ തരാത്തോണ്ട് നമ്മൾ എന്തുകൂടി ചെയ്തു, നമ്മൾ ആ റിയൽ നമ്പറിന് പകരം നമ്മൾ ഒരു LCM എടുത്തിട്ട് ഒരു നമ്പർ എടുത്തു. എന്നിട്ട് ആ ഒരു താഴത്തെ 3ഉം താഴത്തെ 5ഉം താഴത്തെ 7 എല്ലാം വെട്ടിപ്പോകാൻ പറ്റുന്ന പോലത്തെ ഒരു നമ്പർ എടുത്തു. എന്നിട്ട് നമ്മൾ അത് വെച്ച് സോൾവ് ചെയ്തു. അപ്പൊ അത് സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് എടുത്തു പോകാൻ പറ്റി. നമ്മൾ ഈ സൈഡിയൊക്കെ എഴുതിയേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന, എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ മൈൻഡ് എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ശരിക്കും കുറച്ചെങ്കിലും എഴുതേണ്ടി വരുവാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നടുക്ക് എഴുതിയേക്കുന്നതായിരിക്കും എഴുതേണ്ടി വരുന്നത്. അതിലും നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും, നിങ്ങൾക്കറിയാം. കാരണം നമുക്ക് ശരിക്കും അവസാനം ബാക്കി എത്ര ഉണ്ടെന്ന് മാത്രം മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോന്നും എടുത്തിട്ട് ബാക്കിയുള്ളത് മാത്രം, റിമൈനിങ് എടുത്തിട്ട് മാത്രം നമ്മളോട് പോയാൽ മതി. അതിനൊക്കെ ഇത്രയും വൃത്തിയായിട്ട് 35 ആണ് ഇവിടെ ലോസ് ആയത്, 42 ആണ് ഇവിടെ ലോസ് ആയത്, 16 ആണ് ഇവിടെ ലോസ് ആയതെന്നൊന്നും എടുത്തെഴുതേണ്ട ആവശ്യമില്ല.
35 ലോസ് ആണെങ്കിൽ ബാക്കി 70 ഉണ്ടെന്നുള്ളത് എടുത്തെടുത്ത് നമ്മളിവിടെ അങ്ങ് ചെയ്തു പോയാൽ മതി. ഓക്കെ അല്ലേ? നമ്മളായിട്ട് അതിനെ എന്താക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് ലെന്തി ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ അതിനെ ഒരുപാട് ലെന്തി ആക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഈ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്ത് പോവാം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത നമ്മുടെ ഒരു ടൈം വർക്കിന്റെ ക്വസ്റ്റൻ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? ഹരീഷ് ആൻഡ് ബിമൽ ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 20 days. They worked at it for 15 days and then Bimal left. The remaining work was done by Harish alone in 10 days. Hari alone can complete the entire task in എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ഹരീഷും ബിമലും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത ഈ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് ഈ ഹരീഷ് ഒറ്റയ്ക്ക് ചെയ്യാനെടുക്കുന്ന സമയമോ ബിമൽ ഒറ്റയ്ക്ക് ചെയ്യാനെടുക്കുന്ന സമയമോ ഒന്നും തന്നിട്ടില്ല. അതിന്റെ ആക്ച്വലി ഇവിടെ കണ്ടുപിടിക്കാനും പറഞ്ഞിരിക്കുന്നത് എന്താ, ഹരീഷ് ഒറ്റയ്ക്ക് ഈ ജോലി ചെയ്യാൻ എത്ര സമയം എടുക്കും എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് തന്നെ, അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് അവിടെ ആക്ച്വലി ഒരാൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏത് കൺസെപ്റ്റ് ആണ്? നമ്മുടെ ടൈം ആൻഡ് വർക്കിൽ തന്നെ പാർഷ്യൽ വർക്കിന്റെ കൺസെപ്റ്റ് ആണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ടൈം ആൻഡ് വർക്കിലെ പാർഷ്യൽ വർക്ക് കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ആദ്യമേ ഹരീഷും ബിമലും കൂടി വർക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ദേ വർക്ക്ഡ് അറ്റ് ഇറ്റ് ഫോർ 15 days. അവർ ഒരുമിച്ച് 15 ദിവസം വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹരീഷും ബിമലും കൂടി പ്ലസ് അവിടെ എഫിഷ്യൻസി ഇൻറ്റു അവർ എത്ര ദിവസം വർക്ക് ചെയ്തു? 15 ദിവസം വർക്ക് ചെയ്തു. അപ്പൊ അത് എടുക്കുക, അവിടെ എഫിഷ്യൻസി ഇൻറ്റു അവിടെ ടൈം പ്ലസ് ആര് പോയി? ബിമൽ പോയി. ഇനി ആരേ ഉള്ളൂ അവിടെ? ഹരീഷേ ഉള്ളൂ. ഹരീഷ് അവിടെ എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? ദ റിമൈനിങ് വർക്ക് വാസ് ഡൺ ബൈ ഹരീഷ് ഇൻ 10 days. അപ്പൊ ഹരീഷ് ബാക്കി അവിടെ 10 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബിമൽ പോയതിനു ശേഷം 10 ദിവസം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ വർക്ക് തീരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ വർക്ക് ക്വസ്റ്റിന്റെ ഫസ്റ്റ് ലൈനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹരീഷും ബിമലും കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അത് ലൈക്ക് ഫുൾ അവർ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 20 ദിവസം കൊണ്ട് വർക്ക് തീരും എന്ന് പറയുന്നുണ്ട്. ആണെങ്കിൽ നമുക്ക് ഇവർ ചെയ്യുന്ന വർക്കല്ലേ ഈക്വൽ ആണ്, നമുക്ക് ഇതിനെ ഇങ്ങനെ അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ പോരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് എന്ത് കിട്ടും? ഹരീഷും ബിമലും തമ്മിലുള്ള എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ആൻസർ കണ്ടുപിടിച്ചൂടെ? നമുക്ക് അതൊന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ എച്ച് പ്ലസ് ബി ഇൻറ്റു 15 അപ്പുറത്ത് കൊണ്ടുപോയി ആ എച്ച് പ്ലസ് ബി ഇൻറ്റു 20 നിങ്ങൾ മൈനസ് ചെയ്യാം. ആണെങ്കിൽ എച്ച് ഇൻറ്റു 10 ഈക്വൽ ടു ഇവിടുന്ന് 15 കൊണ്ടുപോയി അപ്പുറത്തെ 20 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രേ കാണത്തുള്ളൂ? ഹരീഷ് പ്ലസ് ബിമൽ ഇൻറ്റു ബാക്കി 5 കാണത്തുള്ളൂ. 20 നിന്ന് 15 പോയാൽ പിന്നെ 5 ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ 5ഉം ഈ 20 കൂടി ഒന്ന് 10 കൂടി ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ 2 എന്ന് വരും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2h ഈക്വൽ ടു എച്ച് പ്ലസ് ബി എന്ന് വരും. ഈ എച്ച് ഇപ്പുറത്ത് വന്ന് 2h നിന്ന് മൈനസ് ആയി കഴിഞ്ഞാൽ എച്ച് ഈക്വൽ ടു ബി എന്ന് കിട്ടത്തില്ലേ? അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടുന്നത്? ഈ ഹരീഷും ബിമലുടെയും എഫിഷ്യൻസി എന്ത് തന്നെ സെയിമാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഹരീഷും ബിമലുടെ എഫിഷ്യൻസി സെയിം ആണെങ്കിൽ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ 20 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെ എഫിഷ്യൻസി സെയിം ആണെങ്കിൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത് എത്ര സമയം എടുക്കും? അതിന്റെ ഇരട്ടി എടുക്കത്തില്ലേ? ഹരീഷും ബിമലോടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഫുൾ വർക്ക് ഒരുമിച്ച് ചെയ്താൽ 20 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഹരീഷും ബിമലുടെ എഫിഷ്യൻസി സെയിമാ. അങ്ങനെയാണെങ്കിൽ ഹരീഷ് ഒറ്റയ്ക്ക് ചെയ്ത് എത്ര ദിവസം എടുക്കും? അതിന്റെ ഇരട്ടി ദിവസം എടുക്കും, 40 ദിവസം എടുക്കും. ബിമൽ ചെയ്താലും എത്ര ദിവസം എടുക്കും? അതേ 40 ദിവസം എടുക്കും. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ എത്ര ദിവസം എടുക്കുന്നത്? അതിന്റെ പകുതി സമയം എടുക്കുന്നത്, 20 ദിവസം എടുക്കുന്നത്. അപ്പൊ ആൻസർ നോക്കിയാൽ വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? അപ്പൊ 40 days നമുക്ക് ആൻസർ വരും. 40 ദിവസം കൊണ്ട് നമുക്ക് ആ വർക്ക് തീരും. അപ്പൊ അവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടിയോണ്ടാണ് നമുക്ക് അത്രയും പെട്ടെന്ന് ആൻസർ വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, നമുക്ക് അവിടെ നിന്ന് കിട്ടിയ എഫിഷ്യൻസി ഒക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് വർക്ക് കണ്ടുപിടിച്ച് പിന്നെ അവിടെ നിന്ന് സോൾവ് ചെയ്ത് അങ്ങനെ നമുക്ക് ചെയ്തു പോകേണ്ടി വന്നേനെ. പക്ഷെ ഇവിടെ എഫിഷ്യൻസി സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? വളരെ പെട്ടെന്ന് ആൻസർ കിട്ടി. നമുക്ക് ഓപ്ഷൻ എ 40 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത്യാവശ്യം അതും ഒരു നല്ല ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് ഈസിയുടെ ആൻസർ അവസാനം വരുമ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ ആദ്യം ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട്, നല്ലൊരു കണ്ടീഷൻ. പിന്നെ ആ കണ്ടീഷൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു പോലെ ഇരിക്കും. പലരും എന്ത് ചെയ്യും? ആ ഫുൾ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഫുള്ള് സോൾവ് ചെയ്തെടുക്കും. ഒരു വലിയ ഓൾജിബ്രയുടെ ക്വസ്റ്റൻ സോൾവ് ചെയ്ത് നടക്കുക. പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? എച്ച് പ്ലസ് ബി ഇൻറ്റു 15 ഉണ്ടായിരുന്നു, എച്ച് പ്ലസ് ബി ഇൻറ്റു 20 ഉണ്ടായിരുന്നു. അത് അപ്പുറത്തുകൊണ്ട് മൈനസ് ചെയ്തപ്പോൾ തന്നെ ആ ഇക്വേഷൻ ഭയങ്കര ചെറുതായി. പിന്നെ അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു? നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി. ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. Anil alone can complete a task in 6 days and Bhushan alone can complete it in 8 days. Anil and Bhushan undertook the task for rupees 3,200. With the help of Chaman, they completed the task in 3 days. What is Chaman's share in this earning? അപ്പൊ നമ്മുടെ ടൈം വർക്കിൽ തന്നെ ഈ വേജസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലെ ക്വസ്റ്റൻ ആണ്. വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന നമ്മുടെ വേജസ് എന്ന് പറയുന്ന ടൈം വർക്കിലെ ഒരു കൺസെപ്റ്റ് ആണ് ഇത്. ഇവിടെ നമുക്കിപ്പം അത്യാവശ്യം എല്ലാവരുടെയും ഡേറ്റാസ് തന്നിട്ടുണ്ട്. എ
അല്ലെങ്കിൽ അനിൽ ഒരു വർക്ക് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 6 ഡേയ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭൂഷൺ ഒറ്റയ്ക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 8 ഡേയ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ പറയുന്നത് ഇവർ രണ്ടുപേരും കൂടി സിയുടെ ഹെൽപ്പ്, സീഡ് എന്ന് പറഞ്ഞാൽ ചമന്റെ ഹെൽപ്പ് കൂടി എടുത്തുകൊണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വെറും 3 ഡേയ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നത് ഈ ഒരു ചമന്റെ ഷെയർ എന്താണ് ഈ ഒരു വേജസിൽ, അല്ലെങ്കിൽ ചമന് കിട്ടുന്ന ഒരു റുപ്പീസ് എത്രയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഈ ഒരു വർക്കിന് വേണ്ടി. ഇവിടെ ടൈം ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. സോ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടുന്ന് ഇവിടെ LCM എടുക്കുക. അപ്പം അങ്ങനെ 6ഉം 8ഉം 3ഉം ഒരേപോലെ പോകുന്ന ഒരു വാല്യൂ ആണ് 24. സോ 24 നമുക്ക് ഇവിടെ വർക്കായിട്ട് എടുക്കാം. അങ്ങനെ നമുക്ക് ഇനി ഇവിടെ എഫിഷ്യൻസി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 × 6 ആണ് 24, 3 × 8 ആണ് നമുക്ക് 24, അതുപോലെ തന്നെ നമുക്ക് 8 × 3 ആണ് 24. അപ്പം നമുക്ക് അവിടെ ആ ഒരു എഫിഷ്യൻസീസ് ഒക്കെ കിട്ടി. ഇനി നമ്മൾ ഇവിടെ നിന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്ക് എയുടെ എഫിഷ്യൻസി 4 ആൻഡ് ബിയുടെ എഫിഷ്യൻസി 3. ആൻഡ് നമുക്കറിയാം എയും ബിയും സിയും കൂടി ചേർത്ത് എത്ര 8 ആണ്. അപ്പം അങ്ങനെയെങ്കിൽ 4 + 3 7 ആയി. ഇവിടെ ഇത് 8 ആവണമെങ്കിൽ ചമന്റെ എത്ര കൂടി വരണം, 1 കൂടി വരണ്ടേ, എന്നാലല്ലേ ഇത് 8 ആവത്തുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ 4 + 3 + 1 നമുക്ക് 8 ആകും. അങ്ങനെയാണെങ്കിൽ ചമന്റെ എഫിഷ്യൻസി എന്താണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം, നമ്മളുടെ കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇവർ ചെയ്യാനെടുക്കുന്ന സമയം, അല്ലെങ്കിൽ ഇവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റേഷ്യോ ഓഫ് വേജസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? റേഷ്യോ ഓഫ് വേജസ് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് എഫിഷ്യൻസിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഈ എമൗണ്ടിനെ ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ യൂസ് ചെയ്യുകയാണെങ്കിൽ A:B:Cയുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്കത് 4:3:1 എന്ന് വരുന്നുണ്ട്. അതിൽ ചമന്റെ ആണ് എത്രയാണ് എന്ന് ചോദിക്കുന്നത്, എന്ന് പറഞ്ഞാൽ 1 എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് 8 വരുന്നുണ്ട്. ഈ 8ന് കറസ്പോണ്ടിങ് ആണ് എന്ത് തന്നേക്കുന്നത്, ഇവർക്ക് ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് ആയ 3200 തന്നേക്കുന്നത്. നമുക്ക് വേണ്ടിയത് ചമന്റെ ആ ഒരു വേജസ് എത്ര എന്നുള്ളതാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ 1 എത്ര എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി ജസ്റ്റ് കമ്പയർ ചെയ്യുക. നമുക്കറിയാം 8 × 4 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, 32 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 1 × 4 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് വരും, റുപ്പീസ് 4 വരും. പിന്നെ ബാക്കി 2 പൂജ്യം ഉണ്ട്. സോ ആ 2 പൂജ്യം കൂടി ചേരുമ്പോൾ നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടും, 400 എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആദ്യം അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോസ് എടുക്കുക. അവരെല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ വേജസിന്റെ റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും, അവിടെ എഫിഷ്യൻസിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ആ ഒരു റേഷ്യോസ് വെച്ച് തന്നിരിക്കുന്ന എമൗണ്ടിനെ ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് ആടെയാണോ ചോദിച്ചിരിക്കുന്നത്, ഇപ്പൊ എയുടെ ആണ് ചോദിച്ചിരിക്കുന്നത് 4 എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. നമ്മുടെ ബി ആണ് ചോദിക്കുന്നത് 3 എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ സി ആണ് ചോദിച്ചത്, സോ 1 എത്ര നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ആടെയാണോ ചോദിച്ചത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വാല്യൂ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് എക്സാംസിൽ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ കുറച്ചുകൂടി ഒരു വലിയ ക്വസ്റ്റിനും നമ്മുടെ പൈപ്സ് ആൻഡ് സിസ്റ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ടൈം വർക്കിന് തന്നെ ഒരു കണ്ടിന്യൂഷൻ ടോപ്പിക് ആണ്. നിങ്ങൾക്കറിയാം പൈപ്സ് ആൻഡ് സിസ്റ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. കുറച്ചൊരു വലിയ ക്വസ്റ്റൻ, നമുക്ക് ആദ്യം ക്വസ്റ്റൻ ഒന്ന് മനസ്സിലാക്കാം. എ ടാങ്ക് ഹാസ് 3 ടാപ്സ് ടു ഫിൽ വാട്ടർ. ഒരു ടാങ്കിന് 3 പൈപ്പ് അല്ലെങ്കിൽ 3 ടാപ്പ് ഉണ്ട് വെള്ളം നിറയ്ക്കാൻ വേണ്ടി. ദ ഫസ്റ്റ് ടാപ്പ് ടേക്സ് 6 hours. അപ്പോൾ നമുക്ക് അത് എഴുതി കൂടി പോകാം. നമ്മുടെ വലിയ വലിയ ക്വസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ക്വസ്റ്റൻ 2-3 തവണ വായിക്കാൻ നിൽക്കില്ല. നമ്മൾ വായിക്കുന്നതിന്റെ കൂടെ തന്നെ എഴുതി പോകണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാപ്പ് എ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എ ഒരു ടാങ്ക് നിറയ്ക്കാൻ എടുക്കുന്നത്, ഒറ്റയ്ക്ക് നിറയ്ക്കാൻ എടുക്കുന്ന 6 മണിക്കൂറാണെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത് എന്താ പറയുന്നത്, സെക്കൻഡ് ടാപ്പ് ടേക്സ് 1 day. അപ്പം നമ്മുടെ രണ്ടാമത്തെ പൈപ്പ് ഒരു ദിവസം മൊത്തം വേണം. ഒരു ദിവസം മൊത്തം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് 24 മണിക്കൂറിന് എടുക്കാം. അവിടെ ഹവറിലാണ് പറഞ്ഞേക്കുന്നത്. സോ 24 hours ആക്കാം. ആൻഡ് തേർഡ് ടാപ്പ് ടേക്ക് 18 hours ടു ഫിൽ ദ ടാങ്ക്. അപ്പം മൂന്നാമത്തെ പൈപ്പ് ഒറ്റയ്ക്കാണെങ്കിൽ ആ പൈപ്പ് ഒറ്റയ്ക്ക് ടാങ്ക് നിറയ്ക്കാൻ 18 മണിക്കൂർ എടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ പറയുന്നത്, ബട്ട് ദർ വാസ് എ ഹോൾ അറ്റ് ദി ബോട്ടം. അപ്പോൾ ആ ടാങ്കിന്റെ അടിയിൽ എന്തുണ്ട്, ഒരു ചെറിയ ഹോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ലീക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ നമുക്ക് അത് തൽക്കാലം ലീക്കിനെ നമുക്ക് L വെച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഹോൾ ആണെങ്കിൽ H എന്ന് പറഞ്ഞുകൊണ്ട് എടുത്താലും മതി, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്കറിയാം ലീക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എന്തായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്, നെഗറ്റീവ് ആംഗിൾ, ഒരു ഓപ്പോസിറ്റ് വർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ പറയുന്നത്, ബട്ട് ദർ വാസ് എ ലീക്ക് അറ്റ് ദ ബോട്ടം capable of emptying the completely filled tank in 18 hours. അപ്പം ഈ ലീക്ക് ഒറ്റയ്ക്കാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ടാപ്പൊക്കെ അടച്ചേക്കുവാണ്, ഈ ലീക്ക് മാത്രമാണ് വരുന്നതെങ്കിൽ ആ നിറഞ്ഞെടുക്കുന്ന ടാങ്കിലെ വെള്ളം മൊത്തം പുറത്ത് കളയാൻ വേണ്ടി ആ ഒരു ലീക്കിന് എടുക്കാൻ പോകുന്നത് 18 മണിക്കൂറാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് ഈ ചോദിക്കുന്നത്, ദ ലീക്ക് വാസ് ഡിറ്റക്റ്റഡ് ആഫ്റ്റർ 1 hour. ദ ഹോൾ വാസ് ഡിറ്റക്റ്റഡ് ആഫ്റ്റർ 1 hour. അപ്പോൾ ആ ഹോൾ ഡിറ്റക്ട് ചെയ്യുന്നത് 1 മണിക്കൂറിന് ശേഷമാണ്. ആൻഡ് വാസ് ഇമ്മീഡിയറ്റ്ലി ഫിക്സ്ഡ്. എന്നിട്ട് ആ ഹോളിനെ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, അത് ഫിക്സ് ചെയ്തു, എന്ന് ഞാൻ ഹോൾ അടച്ചു. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഫിൽ ദ ടാങ്ക്
യൂസിങ് ഓൾ ദി 3 ടാപ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 3 പൈപ്പ് കൂടി ചേർന്ന് ഇത് ടാങ്ക് മൊത്തം നിറയ്ക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ആ ഒരു 3 പൈപ്പും തുറന്നിട്ടു. പക്ഷെ ലീക്കും അവിടെ ഉണ്ട്. 1 മണിക്കൂർ കഴിയുമ്പോഴാണ് എന്തറിയുന്നത് ആ ലീക്ക് ഉണ്ടെന്നുള്ളത് അറിയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഉടനെ തന്നെ ആ ലീക്ക് അങ്ങ് ഫിക്സ് ചെയ്തു. അപ്പൊ പക്ഷെ 1 മണിക്കൂർ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ആ ലീക്കിൽ കൂടെ വെള്ളം പുറത്ത് പോയിട്ടുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ബാക്കിയുള്ള 3 പൈപ്പ് തുറന്നു കിടക്കുകയാണ്. ആ ടാങ്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്തു? ആ ലീക്ക് അടച്ചു. അതിനുശേഷം ആ ടാങ്ക് കുറച്ച് സമയത്തിന് ശേഷം നിറഞ്ഞു. അങ്ങനെ ഈ ചോദിക്കുന്നത് ഈ ഫുൾ പ്രോസസ്സിന് എന്ന് പറഞ്ഞാൽ ഈ ലീക്ക് ഉണ്ടായിരുന്ന സമയവും അതിനുശേഷം അടച്ചതിന് ശേഷമുള്ള സമയം എല്ലാം കൂടി ചേർത്ത് ആ ടാങ്ക് നിറയാൻ എത്ര സമയം എടുത്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ നമുക്ക് ആദ്യം ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ടൈം ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ആസ് യൂഷ്വൽ ഇവിടെ വർക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 6ഉം 24ഉം 18ഉം എല്ലാം ഒരേപോലെ പോകുന്ന ഒരു വാല്യൂ ആലോചിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ LCM ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 72 എല്ലാ വാല്യൂസും പോകും. ആണെങ്കിൽ നമുക്ക് 72 ലിറ്റർ എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ടാങ്ക് മൊത്തം 72 ലിറ്റർ വെള്ളം നിറയ്ക്കാനാണ് ഉള്ളത് എന്നൊരു ആംഗിളിൽ നമുക്ക് ചെയ്തു പോകാം. ഇനി നമുക്ക് അവിടെ എഫിഷ്യൻസി എടുക്കാം. നമുക്കറിയാം എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 12 ഇൻറ്റു 6 ആണ് 72 എന്ന് പറയുന്നത്. നമ്മുടെ 3 ഇൻറ്റു 24 ആണ് 72. അതുപോലെ തന്നെ നമുക്ക് 4 ഇൻറ്റു 18 ആണ് 72. ആൻഡ് ഇവിടെയും 18 തന്നെയായിട്ട് 4 വരും. പക്ഷെ ഇവിടെ ലീക്ക് ആണ്. നമുക്ക് ആ എഫിഷ്യൻസി എന്തായിട്ടായിരിക്കും എടുക്കുന്നത്? നെഗറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഇവിടുത്തെ മൊത്തം എഫിഷ്യൻസി നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ 12 പ്ലസ് 3 നമുക്ക് 15 എന്ന് വരുന്നുണ്ട്. പിന്നെ ഈ +4 -4 അങ്ങ് പോകും. ആൻഡ് ഇവിടുത്തെ ആ 3 പൈപ്പിന്റെ മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 12 + 4 16, 16 + 3 19 എന്ന് വരുന്നുണ്ട്. ഇനി ഇവർ പറയുന്ന കണ്ടീഷൻ നമുക്കൊന്ന് എടുക്കാം. ആദ്യമേ ഇതെല്ലാം കൂടി ഓപ്പൺ ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ 3 പൈപ്പ് ഓപ്പൺ ആണ്, അവിടെ താഴെ ലീക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് A+B+C+ ലീക്ക് ഇതെല്ലാം കൂടി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് 1 മണിക്കൂറത്തോളമാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ആ ലീക്ക് കൂടി ഉള്ള സമയത്ത് വർക്ക് ചെയ്യുന്നത് 1 മണിക്കൂറത്തോളമാണ്. ആൻഡ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ ലീക്ക് ഫിക്സ് ചെയ്തു. ലീക്ക് കണ്ടുപിടിച്ചു, ലീക്ക് ഫിക്സ് ചെയ്തു. ലീക്ക് ഫിക്സ് ചെയ്താൽ പിന്നെ അവിടെ എന്തൊക്കെ ഉള്ളൂ? എയും ബിയും സിയും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ലീക്ക് ആവുന്നില്ല. ആൻഡ് അവിടെ എന്താ പറയുന്നത്? ഈ ഒരു ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി അതിന് ശേഷം അത് നിറയാൻ എടുത്ത ഒരു എക്സ് ആണെന്ന് വിചാരിച്ചു. ഇവരിങ്ങനെ മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്ന എന്താണ്? ആ 72 ലിറ്റേഴ്സ് ആണ് അവർ നിറയ്ക്കുന്നത്. നമ്മുടെ പാർഷ്യൽ വർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. അപ്പൊ ഇങ്ങനെയാണ് പാർഷ്യൽ വർക്കിന്റെ ക്വസ്റ്റ്യൻസ് വലിയ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ പെട്ടെന്ന് എടുക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഇത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഈ ഒരു എഴുതിക്കുന്ന റിലേഷനിലേക്ക് നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എയും ബിയും സിയും ഡി കൂടി ചേർന്ന് 15 ഉള്ളത്. 15 × 1 15 എന്ന് വരും. പ്ലസ് എയും ബിയും സിയും കൂടി മാത്രം എടുക്കുമ്പോൾ 19 വരുന്നുണ്ട്. സോ 19x = 72. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 15 അപ്പുറത്ത് പോയി നമ്മൾ ആ 72 നിന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 57 എന്ന് വരും. നമുക്കറിയാം 57 ഇൻറ്റു 19 ഇൻറ്റു 3 ആണ് 57. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 57നെ നമ്മൾ ഈ 19 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 3 ടൈംസ് എന്ന് വരും. സോ നമുക്ക് ആ എക്സിന്റെ വാല്യൂ 3 വരും. അപ്പൊ ആൻസർ 3 ആണോ? ഒരിക്കലും അല്ല. ഓപ്ഷനിലെ 3 കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് പോയി 3 മാർക്ക് ചെയ്യില്ല. ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ ടാങ്ക് മൊത്തം നിറയാൻ എത്ര സമയം എടുത്തു എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ എപ്പോഴെങ്കിലും ഈ ടോട്ടൽ ടൈം ചോദിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ സെഷൻസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇതേപോലത്തെ പാർഷ്യൽ വർക്ക് വരുമ്പോൾ ടോട്ടൽ ടൈം ചോദിച്ചാൽ നമ്മൾ ഈ എക്സ് കണ്ടുപിടിച്ചിട്ട് ആൻസർ മാർക്ക് ചെയ്യില്ല. ഇവിടെ ആദ്യം ഈ 3 പൈപ്പ് കൂടി 1 മണിക്കൂർ തുറന്നും കിടന്നില്ലേ? അതുകൂടി എടുക്കണം. ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് മൊത്തം ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യമേ ഈ പൈപ്പും ലീക്കും എല്ലാം കൂടി 1 മണിക്കൂർ ഉണ്ടായിരുന്നു. അത് കൂടാതെ പിന്നെ ലീക്ക് അടച്ചതിന് ശേഷം പിന്നെ 3 മണിക്കൂർ. അങ്ങനെ മൊത്തം എത്ര മണിക്കൂറാണ് മൊത്തം എടുക്കുന്ന ടാങ്ക് നിറയ്ക്കാൻ വേണ്ടി? 4 മണിക്കൂറാണ് മൊത്തം എടുക്കുന്നത്. ഒരിക്കലും നമ്മൾ ഈ ലീക്ക് അടച്ചതിന് ശേഷം ബാക്കിയുള്ളത് എന്നൊരു ആംഗിളിൽ മാത്രം എടുക്കല്ല. അല്ലെങ്കിൽ പിന്നെ ക്വസ്റ്റിനിൽ അങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞാൽ ലീക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം എത്ര സമയം എടുത്തു. പക്ഷെ അവിടെ നോക്കിയേ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഫിൽ ദ ടാങ്ക് യൂസിങ് ഓൾ ദി 3 ടാപ്സ്. അവിടുത്തെ ആ 3 പൈപ്പും അത് മൊത്തത്തെ ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ മൊത്തം ഫില്ല് ചെയ്യാൻ എത്ര ആയിരിക്കും എടുക്കുന്നത്? 4 മണിക്കൂറായിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പറയണം വാട്ട് ഇസ് ദ ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക് ആഫ്റ്റർ ദ ലീക്ക് ഈസ് ക്ലോസ്ഡ്. ആ ഒരു ആംഗിളിൽ പറയണം. ലീക്ക് അടച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ഹോൾ അടച്ചതിന് ശേഷം എത്ര സമയം എടുത്തു എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് മൊത്തത്തിൽ എത്ര സമയം എടുത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്തെന്ന് വരും? 4 മണിക്കൂർ എന്ന് വരും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ ഹോള്, ലീക്ക് എന്നൊക്കെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം പുരുഷോത്തം ആൻഡ് അഞ്ജലിക started moving in opposite directions from the same place at a speed of 30 km/h and 3.5 km/h respectively. How far will they be from each other after 2.5 hours? എന്താ സംഭവിക്കുന്നത്? ഇവർ രണ്ടുപേരും ഒരു പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഒരാളുടെ സ്പീഡ് വളരെ കൂടുതലാണ്. ഒരാൾ പോകുന്ന സ്പീഡ് എത്രയല്ല 30 km/h പോകുന്നത്. മറ്റേ ആൾ പോകുന്ന സ്പീഡ് എത്രയല്ല 3.5 km/h സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഒരാൾ നടന്നും മറ്റേ ആൾ ഒരു വണ്ടി പോകുന്ന ഒരു ആംഗിളാണ് നമുക്ക് അവിടെ വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ km/h. അപ്പൊ ഇവര് പോകുന്നത് 2.5 മണിക്കൂറാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാളും 2.5 മണിക്കൂർ ഇങ്ങോട്ട് നടക്കുന്നുണ്ട്, ഇയാളും 2.5 മണിക്കൂർ അതേ സമയത്താണ് ഇങ്ങോട്ട് നടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ക്ലിയർലി കാണാം രണ്ടുപേരും രണ്ടുപേരുടെ സ്പീഡ് ഉണ്ടെങ്കിൽ എന്ത് കൺസെപ്റ്റാണ് വരുന്നത്? നമുക്ക് റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റാണ് വരുന്നത്. എന്നുള്ള ഒരാൾ രണ്ടുപേരുണ്ട്, രണ്ടുപേർക്കും രണ്ട് സ്പീഡുണ്ട്. അപ്പൊ നമുക്ക് അവിടെ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റാണ് വരുന്നത്. ഇനി റിലേറ്റീവ് സ്പീഡിന്റെ കേസിലും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ സ്പീഡിനെ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും സ്പീഡിനെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ രണ്ട് സ്പീഡ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 30 പ്ലസ് 3.5 എന്നുള്ളത് നമുക്ക് 33.5 km/h നമുക്ക് വരും. 33.5 km/h. അപ്പൊ അതാണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ടൈമും നമുക്ക് ഓൾറെഡി അറിയാം. ടൈം നമുക്ക് തന്നേക്കുന്ന എത്ര? 2.5 മണിക്കൂറാണ് ഇവര് നടക്കുന്നതെന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പൊ 2.5 hours. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്ന ഈ ഒരു സമയം കൊണ്ട് ഇവരുടെ ഇടയ്ക്കുള്ള ദൂരം എന്തായിരിക്കും? ഇപ്പൊ ലെറ്റ്സ് സേ 2.5 hours കഴിഞ്ഞപ്പം ഇവർ ഈ 2 പോയിന്റിലാണ് നിൽക്കുന്നെങ്കിൽ ഈ എ ബിയുടെ ഡിസ്റ്റൻസ് എന്താ എന്നാ ചോദിക്കുന്നത്. അങ്ങനെ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? സാധാരണ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്പീഡ് ഇൻറ്റു ടൈം അങ്ങ് എടുത്താൽ മതി. പക്ഷെ ഇവിടുത്തെ സ്പീഡ് എന്താണ്? റിലേറ്റീവ് സ്പീഡാണ്. അത് മാത്രം ഒന്ന് മൈൻഡ് വെച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 33.5 ഉണ്ട് ഇൻറ്റു നമുക്ക് എത്ര ചെയ്യണം? ആ ഒരു ടൈം നമുക്ക് തന്നേക്കുന്നത് 2.5 നമുക്ക് തന്നേക്കുന്നത്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇനി പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ കാൽക്കുലേഷൻ കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ട് എടുക്കാൻ വേണ്ടി തന്നെ ഒരു കാര്യം ചെയ്യുവാണ്. അവിടെ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ 33.5നെ ഞാൻ അങ്ങ് ഡബിൾ ആക്കുക. 33.5നെ ഞാൻ അങ്ങ് ഡബിൾ ആക്കുവാണെങ്കിൽ എന്നിട്ട് അതിനെ ബൈ 2 ചെയ്യുവാണെങ്കിൽ ഞാൻ ഡെസിമൽ ഒന്ന് മാറ്റും. അപ്പൊ ഡെസിമൽ മാറ്റാൻ നമ്മൾ ബൈ 10 എന്ന് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഡെസിമൽ മാറ്റാൻ വേറെ എന്ത് ചെയ്യാം? 0.5 അല്ലേ? ഇവിടെ 33.5ന്റെ ഇരട്ടി എത്ര വരും? 67 വരും. നമ്മൾ ഈ 67ന്റെ പകുതി എടുക്കുമ്പോഴല്ലേ 33.5 വരുന്നത്. അപ്പം ബൈ 10 ഒക്കെ എടുത്ത് വലുതാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലതല്ല ഇങ്ങനെ എടുക്കുന്നത്. ഇൻറ്റു ആ 25നെ നമുക്ക് 2.5നെ നമുക്ക് എങ്ങനെ എടുക്കാം? 5ന്റെ പകുതി അല്ലേ ഈ 2.5. സോ 5/2 എന്ന് എടുക്കാം. അപ്പൊ ഇനി ഇതങ്ങ് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ വരും. സോ 67 ഇൻറ്റു 5. അപ്പൊ നമ്മുടെ ഈ 5ന്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 335 എന്ന് വരും. ബൈ നമുക്ക് 2 ഇൻറ്റു 2 എന്തുണ്ട്? 4 ഉണ്ട്. അപ്പൊ 335നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വട്ടം പോകും? 33ല് നമുക്ക് ഇത് 8 വട്ടം പോകും. അപ്പൊ 8 എന്ന് വരും. ഇപ്പൊ ആൻസർ വരാൻ പോകുന്നത് 83 പോയിന്റ് സംതിങ് ആ. നിങ്ങളുടെ 8 പോയിന്റ് ആയിരിക്കത്തില്ല, ഉറപ്പായിട്ട് 80. പിന്നെ അവിടെ നമുക്ക് 32 കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് എത്ര വരുന്നുണ്ട്? ആ ഒരു 4 വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 32 വരുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് 15 വരുന്നുണ്ട്. 15-നകത്ത് 4 എത്ര വട്ടം പോകും? ഒരു 3 വട്ടം പോകും. 12. പിന്നെ പോയിന്റ്. പിന്നെ നമുക്ക് 30. 30ന്റെ അകത്ത് ഒരു 7 വട്ടം പോകും. പിന്നെ റിമൈൻഡർ 2 20. 20ന്റെ അകത്ത് ഒരു 5 വട്ടം പോകും. അങ്ങനെ 83.75. നമുക്ക് അത്ര ഫുള്ള് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കുറച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആൻസർ കിട്ടുന്നുണ്ട്. ആ ഒരു 8 വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആൻസർ എന്താ വരാൻ പോകുന്നത് മനസ്സിലാവും. ബിക്കോസ് അവിടെ എന്തായാലും 8 പോയിന്റ് അല്ല ആൻസർ വരാൻ പോകുന്നത്, അത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ 83 പോയിന്റേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അത് വെച്ചാൽ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിലേറ്റീവ് സ്പീഡ് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷെ അവിടെ അവർ കാൽക്കുലേഷൻ ബെറ്റർ ആക്കി. എക്സാമ്പിൾ ഇപ്പം ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് പരിപാടിയാണ്. കൺസെപ്റ്റ് ഒക്കെ പഴയ അതേ കൺസെപ്റ്റ് ചോദിക്കുന്നത്, സിലബസും പഴയത് തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ബെറ്റർ ആക്കണ്ടേ? അപ്പൊ അവർ ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് കാൽക്കുലേഷൻസ് ബെറ്റർ ആക്കുക എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കാൽക്കുലേഷൻസ് ശരിയാക്കി എടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ്. നമ്മുടെ കാൽക്കുലേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ. ഇനി നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ദിവസം A man travels a distance of 420 km by train, which moves at 75 km/h, and return back by car with a speed of 50 km/h. Find his average speed of the whole journey. അപ്പോൾ ആളുടെ ആവറേജ് സ്പീഡ് എന്താണെന്നാ ചോദിക്കുന്നത്? മൊത്തം ജേർണിയുടെ ആളുടെ ആവറേജ് സ്പീഡ് എന്താ എന്നാ ചോദിക്കുന്നത്. അപ്പം ഈ പറയുന്ന ആള് ട്രെയിനിൽ 420 കിലോമീറ്റർ പോയിട്ട് ആള് തിരിച്ചു വരുന്നതും അതേ സെയിം ഡിസ്റ്റൻസാണ് വരുന്നുണ്ട്. റിട്ടേൺ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതേ സെയിം ഡിസ്റ്റൻസാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂഷ്വലി ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമ്മൾ 2 സ്പീഡാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ ആവറേജ് സ്പീഡ് എടുക്കാൻ വേണ്ടി ഒരു ഫോർമുല ഇല്ലേ? ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു ഫോർമുല. എന്താണ് ഫോർമുല? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ 2 സ്പീഡാണ് ഉള്ളെങ്കിൽ 2hy by x plus y എന്നാണ് നമുക്ക് അതിന്റെ ആ ഒരു ഫോർമുല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വാല്യൂസ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 2 ഇൻറ്റു ആദ്യത്തെ സ്പീഡ് 75 ഇൻറ്റു രണ്ടാമത്തെ സ്പീഡ് 50 ഡിവൈഡ് ബൈ 75 പ്ലസ് 50. അപ്പൊ 75 പ്ലസ് 50 എത്ര വരും? നമുക്ക് 125 എന്ന് വരും. ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ അത് ആൻസർ കിട്ടാൻ വേണ്ടി നമുക്ക് 25 വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ 5 എന്ന് വരും. ഇത് 25 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3 എന്ന് വരും. ഇനി നമുക്ക് ഇത് 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ ഈ 5ഉം ഈ 5ഉം പോയി. അപ്പൊ 2 ഇൻറ്റു 3 6 എന്ന് വരും. പിന്നെ ആ 0 കൂടി ചേരുമ്പോൾ 60 km/h ആൻസർ വരും. ഓക്കെ, ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ അറിയണം? ഈ ഒരു റിലേഷൻ അറിഞ്ഞിരിക്കണം. 2xy by x plus y എന്നുള്ള ഈ ഒരു റിലേഷൻ
നമ്മൾ ക്ലിയർലി അറിഞ്ഞിരിക്കുന്നത്. 2 എണ്ണമാണ് ഉള്ളെങ്കിൽ ഇതാണ് നമ്മുടെ റിലേഷൻ. അതല്ല 3 എണ്ണമാണ് വരുന്നെങ്കിൽ റിലേഷൻ എന്താ? 3xyz/xy പ്ലസ് yz പ്ലസ് zx ആണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഇതും അറിഞ്ഞിരിക്കുക. 3 എണ്ണം വരുന്ന കേസ് ആണെങ്കിൽ ഇതാണ് വരുന്നത്. ഇതിപ്പോ 2 എണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ എന്തെടുത്ത് xy/x+y എന്നുള്ള റിലേഷൻ നമ്മൾ യൂസ് ചെയ്തത്. സോ ആൻസറിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി 60 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. ശരി, അടുത്ത നമുക്ക് ഒരു പെർസെൻറ്റേജിന്റെയും ഒരു ആവറേജിന്റെ എല്ലാം കൂടി കൺസെപ്റ്റ് ചേർന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ. ശരി, നമുക്ക് ട്രൈ ചെയ്യാം. എ ക്ലാസ് ഓഫ് 50 ഗേൾസ് ആൻഡ് 70 ബോയ്സ് സ്പോൺസേർഡ് എ മ്യൂസിക്കൽ പ്രോഗ്രാം. ഒരു ക്ലാസ്സിൽ 50 ഗേൾസും 70 ബോയ്സും കൂടി ചേർന്ന് ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. If 40% of the girls and 50% of the boys attended, approximately what percentage of the class attended the program? അപ്പൊ ഈ പറയുന്ന 50 ഗേൾസും 70 ബോയ്സ് ഒക്കെയാണ് സ്പോൺസർ ചെയ്തെങ്കിലും എല്ലാവരും വന്നില്ല. ഗേൾസിൽ 40% വരെ വന്നുള്ളൂ ആൻഡ് ബോയ്സിന്റെ 50%. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെന്റേജ് ആൾക്കാരാണ് അറ്റൻഡ് ചെയ്തത്, അല്ലെങ്കിൽ അറ്റൻഡൻസ് എന്താ എന്നാണ് കൈൻഡ് ഓഫ് ചോദിക്കുന്നത്. കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമുക്ക് എത്ര ഗേൾസാ വന്നേന്ന് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 40% ഓഫ് 50 പ്ലസ് 50% ഓഫ് 70, 35 വരും. നമുക്ക് തൽക്കാലം മനസ്സിലാൻ വേണ്ടി മാത്രം നമുക്ക് ഒരു സ്റ്റെപ്പ് എഴുതിയേക്കാം. അപ്പൊ 50% ഓഫ് 70, അപ്പൊ ഗേൾസും ആയി ബോയ്സും ആയി. അപ്പൊ വന്ന ഗേൾസും ബോയ്സും അവിടെ നിന്ന് കിട്ടും. ഡിവൈഡ് ബൈ നമുക്ക് ഈ പറയുന്ന പെർസെന്റേജ് അറ്റൻഡൻസ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൊത്തം എത്ര ബോയ്സ് ഗേൾസ് എടുക്കണം? അപ്പൊ മൊത്തം ഗേൾസ് 50ഉം മൊത്തം ബോയ്സ് 70. പിന്നെ ചോദിച്ചിരിക്കുന്ന പെർസെന്റേജ് ആയതുകൊണ്ട് നമുക്ക് ഇൻറ്റു 100 കൂടി എടുക്കാം. സോ നമ്മൾ ഇവിടെ നിന്ന് ഇത് സോൾവ് ചെയ്യുമ്പോൾ 40% ഓഫ് 50 എന്ന് പറയുമ്പോൾ എത്ര വരും? 20 വരും. പ്ലസ് നമ്മൾ പറഞ്ഞ പോലെ 70% പകുതി എത്ര വരും? 35 വരും. ഡിവൈഡഡ് ബൈ നമുക്ക് 50 പ്ലസ് 70 എത്ര വരും? 120 വരും. ഇൻറ്റു 100 വരും. ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേന് നമുക്കത് 20 പ്ലസ് 35 55 വരും. 55 ബൈ 120 ഇൻറ്റു 100 വരും. പിന്നെ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് 5 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 11 വരും. നമുക്ക് ഇവിടെ ഇത് 5 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 12 ഒന്ന് മാറ്റി വെക്കാം. ഇവിടെ 5 വെച്ച് ക്യാൻസൽ ചെയ്തത് 2 വരും, അല്ലെങ്കിൽ ഫുൾ 24 വരും. ഇനി നമുക്ക് ഈ 100നെ കൂടി നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഈ 100നെ കൂടി നമ്മളൊന്ന് 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 25 വരും. ആൻഡ് ഈ 12 നമ്മൾ 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ 3 വരും. സോ ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ 11 × 25 275 വരും. ഡിവൈഡ് ബൈ നമുക്ക് 3 × 2 6 വരും. നമുക്ക് ഇതൊന്ന് ഡിവൈഡ് ചെയ്ത ആൻസർ വരും. 27 6 എത്ര വട്ടം പോകും? ഒരു 4 വട്ടം പോകും. പിന്നെ എത്ര വരും? 35 വരും. 35ന്റെ അകത്ത് നമുക്ക് ഈ ഒരു 6 എത്ര വട്ടം പോകും? ഏകദേശം 5 വട്ടം പോകും. പിന്നെ പോയിന്റ് സംതിങ് വരും. നമുക്ക് അവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 45ന്റെ റേഞ്ചിലായിരിക്കും ആൻസർ. സോ ഓപ്ഷൻ എടുക്കുമ്പോൾ ഓപ്ഷനിൽ ഏതാ 45യുടെ റേഞ്ച് വരുന്നത്? ഓപ്ഷൻ ഡി അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? 45 പോയിന്റ് സംതിങ് പെർസെന്റേജിനായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ 45 പോയിന്റ് സംതിങ് പെർസെന്റേജ് നമ്മുടെ ഓപ്ഷനിൽ അപ്രോക്സിമേറ്റ്ലി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 45% നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം in order to qualify in an examination, one has to secure 50% of the overall marks. അപ്പം നമുക്ക് ഇവിടുത്തെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50%. ഓക്കെ, നമുക്ക് ഇവിടെ 50% മാർക്ക് കിട്ടിയാലേ പാസ് ആവത്തുള്ളൂ. ശരി, അപ്പം ഇനി ഇവിടെ എന്താ പറയുന്നത്? ഇൻ ദി എക്സാമിനേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 2 പേപ്പേഴ്സ്, 2 പേപ്പർ ഉണ്ട് ഒരു എക്സാമിനേഷനിൽ. എ സ്റ്റുഡൻറ് സെക്യൂർഡ് 40% ഇൻ ദി ഫസ്റ്റ് പേപ്പർ. അപ്പൊ ആദ്യത്തെ പേപ്പറിൽ, ഫസ്റ്റ് പേപ്പറിൽ ആൾക്ക് കിട്ടുന്ന 40% ആണ്. പക്ഷെ മൊത്തം പേപ്പറിൽ എത്രല്ല? 200 പേപ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 200, അപ്പൊ ഇവിടുത്തെ ടോട്ടൽ കൂടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഒന്ന് കണ്ടുപിടിച്ചു പോകാം. കാരണം നമുക്ക് ഇവിടെ അവസാനം ആ ഒരു പെർസെന്റേജ് തന്നേക്കുന്നത്. അപ്പൊ ടോട്ടൽ ആവശ്യം വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പേപ്പർ 200 മാർക്കില്ല. അപ്പൊ 200 പ്ലസ് അതിന്റെ എത്ര മാർക്ക് കിട്ടി നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 200ന്റെ 40% എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എത്ര വരും? 80 എന്ന് വരും. അപ്പൊ ആദ്യത്തെ പേപ്പറിൽ 80 മാർക്കാണ് ആൾക്ക് കിട്ടിയത്. ഓക്കെ, ഇനി സെക്കൻഡ് പേപ്പർ കൂടി ഉണ്ട്. നിങ്ങൾക്ക് അതും വായിച്ചു നോക്കാം. എന്താ പറയുന്നത്? മിനിമം എ സ്റ്റുഡൻറ് സെക്യൂർഡ് 40% ഇൻ ദ ഫസ്റ്റ് പേപ്പർ ഓഫ് 200 മാർക്സ്. മിനിമം വാട്ട് പെർസെന്റേജ് ഓഫ് ദി മാർക്സ് ഷുഡ് ബി സെക്യൂർഡ് ഇൻ ദ സെക്കൻഡ് പേപ്പർ. ഇപ്പൊ രണ്ടാമത്തെ പേഴ്സൺ എത്ര എന്ന് പറയുന്നില്ല. രണ്ടാമത്തെ പേപ്പറിൽ എത്ര പെർസെന്റേജ് മാർക്ക് സ്കോർ ചെയ്താൽ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പേപ്പർ എത്രയല്ല? 150 അല്ല രണ്ടാമത്തെ പേപ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 150 രണ്ടാമത്തെ പേപ്പർ വരുമ്പോൾ മൊത്തം എക്സാം എത്രയല്ല? 350. അപ്പൊ മൊത്തം എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഈ 350 ടോട്ടൽ എക്സാം എങ്കിലും പാസ് ആവണമെങ്കിൽ എത്ര മതി? 350ന്റെ പകുതി മതി എന്ന് പറഞ്ഞാൽ 50%. അപ്പൊ 350ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും? 175 വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് എന്താ? മിനിമം വാട്ട് പെർസെന്റ് ഓഫ് ദ മാർക്ക് ഷുഡ് ബി സെക്യൂർഡ് ഇൻ ദ സെക്കൻഡ് പേപ്പർ ഓഫ് 150 മാർക്സ് ഇൻ ഓർഡർ ടു ക്വാളിഫൈ ഇൻ ദ എക്സാമിനേഷൻ.
ആള് പാസ് ആവണമെങ്കിൽ രണ്ടാമത്തെ പേപ്പറിൽ എത്ര പെർസെൻറ്റേജ് കിട്ടണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പേപ്പറിൽ ആൾക്ക് 80 കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ പേപ്പറിൽ എത്ര മാർക്ക് കിട്ടിയാലായിരിക്കും ആൾ പാസ് ആവുന്നത്? പാസ് ആവണമെങ്കിൽ മൊത്തം എത്ര വേണം? 175 മാർക്ക് വേണം. നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, അത് 175. അങ്ങനെയാണെങ്കിൽ 80ന്റെ കൂടെ നമുക്ക് എത്ര കൂടി കിട്ടിയാലാണ് 175ലേക്ക് എത്താൻ പറ്റുന്നത്? നമുക്കൊരു 95 മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 175ലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ആ ഒരു പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പൊ പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടി ഇപ്പൊ നമുക്ക് ഓൾറെഡി അവിടെ തന്നെ റിലേഷൻ എഴുതിയിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് 150 എന്ന് പറയുന്നതാണ് എന്ത്? ആ 95 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്താൽ മതി. അവിടെ നിന്ന് എടുക്കാം. പെർസെൻറ്റേജ് ഈക്വൽ ടു ആ 95നെ ഡിവൈഡഡ് ബൈ നമുക്ക് ആ 150 ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെയെങ്കിൽ എന്തുകൂടി എടുക്കണം? ഇൻറ്റു 100 കൂടി നമ്മൾ എടുക്കണം. എന്നാലേ നമുക്ക് ആ പെർസെൻറ്റേജ് കിട്ടത്തുള്ളൂ. ഈ നമ്പറിന്റെ എന്തോ പെർസെന്റ് ആണ് 95. അങ്ങനെയാണെങ്കിൽ ആ പെർസെൻറ്റേജ് എത്ര എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് ഇൻറ്റു എന്തുകൂടി ചെയ്യണം? ഇൻറ്റു 100 കൂടി ചെയ്യണം. പിന്നെ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. നമ്മൾ ഇത് ആദ്യം 25 വെച്ച് ഒന്ന് വെട്ടുവാണെങ്കിൽ 6 വരും. 25 വെച്ച് വെട്ടിയാൽ 4 വരും. ഇനി നമ്മൾ ഇവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 4 into 90 എന്ന് പറയുമ്പോൾ 360 വരും. പിന്നെ അതുപോലെ 4 into 5 എന്ന് പറയുമ്പോൾ 20 വരും. അപ്പൊ 380 എന്ന് വരും. ആ 380 നമ്മൾ 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 38 6 എത്ര വട്ടം പോവും? 6 തവണ പോവും. പിന്നെ 20 നമ്മുടെ 6 എത്ര വട്ടം പോവും? 18 3 തവണ. പിന്നെ ബാക്കി റിമൈൻഡർ 2 വരും. അപ്പൊ 63 പോയിന്റ്. അപ്പൊ ഓപ്ഷൻ ഡി 63.33% ആണ് നമ്മുടെ ആൻസർ. 63.33% ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതേപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പുള്ള സെഷൻസിലും ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഇതിന് മുമ്പുള്ള സെഷനിലും ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലത്തൊക്കെ തന്നെ നമ്മൾ അതിന്റെ പ്രോപ്പർ മെത്തേഡ്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ ചെന്ന് അത് കാണുക, ഡെഫിനറ്റ്ലി കാണുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇവിടെ ഈ ഒരു സെഷനിൽ നമ്മളിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പല ക്വസ്റ്റ്യൻസും നമുക്ക് കുറച്ചുകൂടി ലെന്തി ഒക്കെ ആയിട്ട് പോകുന്നത്, എന്നാൽ നമ്മൾ അതിനെ വളരെ പെട്ടെന്ന് എങ്ങനെ ആൻസർ എടുക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തു പോയത്. സോ ഐ ഹോപ്പ് ഈ സെഷനിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാക്ടീസും നിങ്ങളുടെ എക്സാമിന് വേണ്ടിയുള്ള ആ ഒരു മോക്ക് ടെസ്റ്റുകളും അതൊക്കെ തന്നെ നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്ത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട്, എക്സാമിന്റെ ഡേറ്റ് വരാത്ത കാരണം ആ സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കാതെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു പോവുക. എക്സാമിന്റെ ഡേറ്റ്സ് എപ്പോൾ വേണമെങ്കിലും വരാം. നിങ്ങൾ ആ സമയത്ത് ഡേറ്റ് വരുമ്പോൾ റെഡി ആയിരിക്കണം നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി. ലൈക്ക് ആ ഡേറ്റ് വരുന്ന ദിവസം നിങ്ങൾ പോയി എക്സാം എഴുതിയാൽ പോലും നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ നിങ്ങൾ റെഡി ആയിരിക്കണം. ഓക്കെ, സോ ആ ഒരു പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ പ്രാക്ടീസ് നല്ലപോലെ ചെയ്തു പോവുക. ആൻഡ് ഈ സെഷൻസ് ഒക്കെ തന്നെ ഡെഫിനറ്റ്ലി അറ്റൻഡ് ചെയ്യുക. ഇപ്പം ഉടനെ വരുന്ന NTPC എക്സാമിന് വേണ്ടി മാത്രമല്ല, ഫ്യൂച്ചറിൽ വരാതിരിക്കുന്ന ALP പോലത്തെ എക്സാംസും അതുപോലെ തന്നെ വേറെ ഈവൻ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പോലത്തെ എക്സാംസിൽ വരെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഏതൊരു റെയിൽവേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈവൻ SSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഈ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് അവിടെ നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓരോ സ്റ്റെപ്പും എടുത്തെടുത്ത് മുമ്പിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും എക്സാംസ് വരുന്ന സമയത്ത്. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് അത്യാവശ്യം ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ഡെഫിനറ്റ്ലി കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതേപോലെ തന്നെ ഇനി NTPCയുടെ റിമൈനിങ് ക്വസ്റ്റൻസ് ഉണ്ട്. അതുമായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നെക്സ്റ്റ് കമ്മിങ് വീക്ക് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം ഇവിടെ തന്നെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമുക്ക് നെക്സ്റ്റ് മീറ്റ് വീണ്ടും ഇവിടെ തന്നെ നമുക്ക് കാണാം. താങ്ക്